परमर्षिभ्यो नमः परमर्षिभ्यः हरिः ओम्। यस्यान्तनादिमध्यं न हि करचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो नानपुंसं न च स्त्रीं नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्ठान्ते वसदृषिगणैः आवृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रम् आनन्दरूपं स्वात्मारामं मुदितवदनं दक्षिणामूर्तिमीडे वेदान्तार्थविभासकायेतये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्घपवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभितां बिभ्रते तस्मै भाष्यकृते नमोस्तु सततं पूर्णाय भूतात्मने। अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयम्। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्य किल शक्तिधरस्वधाम्नाम् अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्। നമ്മളുടെ ഈ അധ്യാത്മപരമ്പര പ്രഭാഷണം പരമ്പര ഒരു പുതിയ വിഷയമൊന്നുമല്ല എടുത്തിരിക്കുന്നത് എങ്കിലും പരിപൂർണമായി അതിൽ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ മഹർഷിയുടെ ഒരു കൃതി എന്നെടുത്തിരിക്കുകയാണ്. അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. രാവിലത്തെ പ്രഭാഷണങ്ങളിൽ സദ്ദർശനം, ആത്മവിദ്യാകീർത്തനം, ഏകാത്മപഞ്ചകം ഇതൊക്കെ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും അല്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 108 പാട്ടുകളടങ്ങുന്ന അക്ഷരമണമാലൈ അതാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. 108 പദ്യങ്ങൾ അടങ്ങുന്ന അക്ഷരമണമാലൈ. അരുണാചല അക്ഷരമണമാലൈ. ശരിക്കും പറഞ്ഞാൽ 108 ധ്യാന ക്യാപ്സൂളാണ്, ധ്യാനത്തിനുള്ള വിഷയങ്ങളാണ്.
അധ്യാത്മ മാർഗത്തിൽ മഹാപുരുഷന്മാരൊക്കെ രണ്ടു വിധത്തിൽ കൃതികൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഉപദേശം, രണ്ട് സ്തുതി. സ്തുതിക്കുമ്പോൾ ആചാര്യ പുരുഷന്മാർ, ഉദാഹരണത്തിന് ശങ്കരാചാര്യർ, അദ്വൈത പരമ്പരയിൽ സമ്പ്രദായത്തിൽ ശങ്കരാചാര്യരെ പോലെ ലോകത്തിന് പൊതുവായിട്ട് മൊത്തത്തിൽ ഉപദേശം ചെയ്യാൻ ഇറങ്ങി വരുന്നവർ പല ദേവതകളെയും അവിടെ അവിടെ ചൊല്ലുമ്പോൾ നിങ്ങൾക്കിതാണോ ഒരു സ്തുതി, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഗണപതി മുതൽ എല്ലാ ദേവതകളും ഒരു ഭേദമില്ലാതെ എല്ലാ ദേവതകളും എഴുതിയിട്ടുണ്ട്. എല്ലാറ്റിലും അദ്വൈതപരമായ തത്വവും പറഞ്ഞിട്ടുണ്ട് ശങ്കരാചാര്യർ. പക്ഷെ വളരെ പ്രബലമായ അനുഭവത്തോടുകൂടെ കീർത്തനങ്ങൾ രചിച്ച പലരും ഏകദേവതയിൽ നിഷ്ഠയോടുകൂടെ രചിച്ചിട്ടുണ്ട്. ഇപ്പം ഈ അഭംഗമൊക്കെ പാണ്ഡുരംഗൻ, അങ്ങനെ. അതുപോലെ തേവാരമെല്ലാം ശിവനാണ്. പക്ഷെ തേവാരത്തിലും ചിദംബരത്തിൽ പാടിയ തേവാരം ഉണ്ടാവും, തിരുവാരൂരിൽ പാടിയ തേവാരം ഉണ്ടാവും, തിരുവയ്യാറിൽ പാടിയ തേവാരം ഉണ്ടാവും. അതാത് പ്രദേശം, അതുകൊണ്ട് തന്നെ അവരും ഒരു വിധത്തിൽ ആചാര്യന്മാരായിട്ടാണ് പ്രവർത്തിച്ചത്. അതാത് കോവിലിന്, അതാത് അമ്പലങ്ങൾക്ക് പാടൽ പെറ്റ കോയിൽ ഇവിടെ പാടിയിട്ടുണ്ട്. നായന്മാർ വന്ന് ഇവിടെ പാടിയിട്ടുണ്ട്, സുന്ദരർ പാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തിരുനാവുക്കരശർ പാടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പേര്, ഒരു സീൽ വരും ആ ക്ഷേത്രത്തിന്. ഒരുപക്ഷെ ഇത് തുടങ്ങി വെച്ചത് ശങ്കരാചാര്യരായിരുന്നിരിക്കാം. അദ്ദേഹമാണ് പല ക്ഷേത്രങ്ങളിലും പോയി ആ ക്ഷേത്ര ദേവതയെ പരാമർശിച്ച് ഒരു സ്തോത്രം എഴുതിയത്. പക്ഷേ ഇപ്പോൾ മീര ഒരേ കോൺസെൻട്രേറ്റഡ് ആണ്, കൃഷ്ണൻ, ഗിരിധര ഗോപാല, ത്യാഗരാജസ്വാമി ഏകദേശം 99% ആ രാമൻ, അല്പം അവിടെ അവിടെ ശിവസ്തോത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഏകാഗ്രനിഷ്ഠയാണ്. ഭഗവാന്റെ കൃതികളും അരുണാചലത്തിൽ സെൻറ്റേർഡാണ്. അതിലൊരു വിഷയമുണ്ട്. ഭഗവാന്റെ ഉപദേശം എന്താണ്? ശുദ്ധജ്ഞാനമാണ്, അദ്വൈതജ്ഞാനം, ആത്മവിചാരം, ആത്മവിദ്യ. അത് ചുരുക്കി ചുരുക്കി ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുവന്നാൽ ആത്മവിദ്യയാണ് രമണ മഹർഷി. പിന്നെ ഈ അരുണാചലം എവിടെ നിന്ന് വന്നു? ശങ്കരാചാര്യർ ഒരു കാര്യം പറയണം. നമ്മൾ ഈ ആത്മസാക്ഷാത്കാരത്തിന് കാരണമായിരുന്ന ഗുരു, ആ ശാസ്ത്രം, ആ സാക്ഷാത്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു ഇഷ്ടദേവത എന്നുള്ളിലുണ്ടാവും. ഇതൊക്കെ ആ ആയുസ് കഴിയുന്നവരവിടെ നിൽക്കണം. വരുന്നവർക്കൊക്കെ അതൊരു ആദരവിനുള്ള വഴിയാണ്. യാവതായുസ്ത്വയാവന്ത്യ വേദാന്തോ ഗുരുഹു ഈശ്വര. ഇപ്പൊ ഭഗവാന്റെ ജീവിതത്തിൽ അരുണാചലം, ഇന്നലെ നമ്മൾ കഥ പറഞ്ഞുകൊണ്ടുവന്നു. അരുണാചലം ഭഗവാനെ തടുത്ത് ആട്കൊണ്ടത്, തമിഴിൽ അതാണ് പറയുക. അതായത് സംസാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ്, ഇഗ്നറൻസിൽ യു ഗോ ഹെഡ് അലോങ് ദർ. അറിയില്ലല്ലോ, നമുക്കതാണ് ലക്ഷ്യം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മഹാശക്തി നടുവിൽ വന്ന് തടുക്കണം. അല്ലാതെ മനുഷ്യപ്രയത്നം കൊണ്ടൊന്നും പരിപൂർണമായി അധ്യാത്മ ജീവിതത്തിലേക്ക് തിരിയാൻ പറ്റില്ല. നമ്മൾക്ക് തോന്നും, ഇന്നലെ പറഞ്ഞു നമ്മളിതൊക്കെ. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം, എൻ്റെ കരിയർ, എൻ്റെ ആംബിഷൻ,
ഹാവ് ടു ബിക്കം ദിസ് ദാറ്റ്, ഇതൊക്കെ കൂടിയാണ് പോവുക. അതാണ് നാച്ചുറൽ. അതിനനുസരിച്ച് വേണം പോവാനും. അപ്പോൾ അതിന് പണം സമ്പാദിക്കണം, ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. ഒരു ലിമിറ്റഡ് ധർമ്മത്തിൻ്റെ ഉള്ളിലിരുന്ന് അത് വേദവും പുരാണങ്ങളും ഒക്കെ സമ്മതിക്കുകയും ചെയ്തു. അത് ചെയ്തോളൂ, പക്ഷെ ഒരു ലിമിറ്റേഷൻ്റെ ഉള്ളിൽ പോയിക്കോളൂ. അങ്ങനെ പോകുമ്പോൾ ഒരു സ്റ്റേജ് വരണം. ഈ സ്റ്റേജ് നിങ്ങൾക്കൊരു പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം. ഭാഗവതത്തിൽ വൃത്രസ്തുതിയിൽ വൃത്രൻ പറയണു, ആ സ്റ്റേജിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ പണം സമ്പാദിക്കാൻ തടസ്സം. പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, കമ്പനി പൂട്ടി, എന്തെങ്കിലും ആയി, ജോലി പോയി. ആഗ്രഹങ്ങൾ, പല ആഗ്രഹങ്ങളുണ്ട്. ഒന്നും ചീത്ത ആഗ്രഹങ്ങളല്ല, നല്ല ആഗ്രഹങ്ങളാണ്. എല്ലാത്തിനും തടസ്സം. ഇനി പോട്ടെ, കുറച്ച് ധർമ്മമെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അതിനും തടസ്സം. ചിലപ്പോൾ വീട്ടിലാരെങ്കിലും സമ്മതിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ത്രൈവർഗിക ആയാസ വിഘാതം അസ്മത് പതിർവിധത്തെ പുരുഷസ്യ ശക്ര തതോനുമേയോ ഭഗവത് പ്രസാദ. ഇതൊക്കെ കൃപയുടെ ചരിത്രമാണ്. യോ ദുർലഭോ അകിഞ്ചന ഗോചരോന്യൈഹി. ത്രൈവർഗിക ആയാസ വിഘാതം വളരെ ഗംഭീരമായ വിഷയമാണ്. ത്രൈവർഗികം എന്ന് വെച്ചാൽ ധർമ്മം, അർത്ഥം, കാമം. ഈ മൂന്നിനും പോകുന്ന റോഡൊക്കെ ക്ലോസ് ചെയ്ത്, തടസ്സം ചെയ്ത്, പ്രതിബന്ധം ചെയ്ത് ഇയാൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സത്സംഗം വരൂ എന്ന് പറയും. അതൊക്കെ തുറക്കും. ആരോ ഒരു അധ്യാത്മ പുസ്തകം കയ്യിൽ കൊണ്ടു കൊടുക്കും. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലായി തുടങ്ങും. ജപം ചെയ്യണം തോന്നും, ധ്യാനം ചെയ്യണം തോന്നും, സത്സംഗം ധാരാളം കിട്ടും. ഞാനൊന്ന് കേദാർ ബദ്രി പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ആരെങ്കിലും വരും, ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയും. ഇങ്ങനത്തെ ഡോറൊക്കെ ഓപ്പണാവും. ബാക്കി മൂന്നും ക്ലോസ് ചെയ്ത് ഒരേ ഒരു ഡോർ മാത്രം ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോൾ ലോകത്തിലെ സാധാരണ ആളുകൾ ഈ ഓപ്പൺ ചെയ്ത ഡോറ് നോക്കില്ല. അവർ പറയും, ഭഗവാന് ഒരു കണ്ണേ ഇല്ലേ, എത്ര വിളിച്ചു, എത്ര പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യം നോക്കണേ ഇല്ല, എൻ്റെ കാര്യമൊക്കെ ബുദ്ധിമുട്ടിലാണ്, കഷ്ടത്തിലാണ്, വിഷമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ വൃത്രൻ പറയുന്നു, അസ്മത് പതിഹി എന്ന് വെച്ചാൽ ഭഗവാൻ എന്നോട് അത്ര പ്രിയം. അതുകൊണ്ട് ഭഗവാൻ പറയാം, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് വിളിക്കുകയാണ് അത്ര. അപ്പോൾ തഥാ അനുമേയ ഭഗവത് പ്രസാദ. അപ്പോൾ യു ഷുഡ് നോ ദാറ്റ് ഈസ് ഷവറിങ് ഗ്രേസ്. കൃപ ചെയ്യുകയാണെന്ന് അറിഞ്ഞുകൊള്ളണം എന്നാണ്. അത് അപരിമിതമായ കൃപയാണെന്ന് അറിഞ്ഞുകൊള്ളണം. അപ്പോഴാണ് ആ അധ്യാത്മമായ ജീവിതത്തിനുള്ള വഴി തുറക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളണം. തതോനുമേയോ ഭഗവത് പ്രസാദ. എന്താ ഈ ഭഗവത് പ്രസാദത്തിൻ്റെ ഉദ്ദേശം? ഗോചരം. ഗോചരം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ സാധാരണ കാണുന്നത് എന്നാണ് അർത്ഥം. ഗോ എന്ന് വെച്ചാൽ ജ്ഞാനം. ജ്ഞാനം ചരിക്കുന്നതായ അനുഭൂതിയെ, അതായത് ഭഗവത് സാക്ഷാത്കാരത്തിനെ നമുക്ക് തരണം. എന്നാൽ തന്നൂടെ? അകിഞ്ചനഗോചര എന്നുവെച്ചാൽ നിങ്ങളെ പാപ്പർ സൂട്ട് ആക്കിയിട്ടേ അദ്ദേഹം തരുള്ളൂ എന്നാണ്. ബാക്കിയൊക്കെ എടുത്തിട്ട് തന്നെ തരാണ്. അപ്പോൾ പൂർണ്ണം തരാണ്. എല്ലാം എടുത്തിട്ട് പൂർണ്ണം തരാണ്. അപ്പോൾ നോക്കൂ, ഒരു കഥ. ഒരു ഗൃഹസ്ഥൻ, പരമഭാഗവതനായ ഒരു ഗൃഹസ്ഥൻ. ആ ഗൃഹസ്ഥൻ്റെ വീട്ടിലേക്ക് ഒരു സന്യാസി, ഒരു പരമ ഭക്തനായ ഒരു സന്യാസി പോയി. ആ ഗൃഹസ്ഥൻ വളരെ ഭക്തിയോടുകൂടെ ഈ സന്യാസിയെ വിളിച്ചു. ആ സന്യാസിക്കും അറിയാം, ഈ ഗൃഹസ്ഥൻ്റെ മഹിമയും അറിയാം. അപ്പോൾ ആ വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടിൽ ചെന്നതും ആ മുമ്പിലുള്ള കാർ കണ്ടു. അപ്പോൾ ഈ സന്യാസി ചോദിച്ചു, നന്നായിട്ടുണ്ടല്ലോ ഈ കാറ്, ഇതാരുടെയാണെന്ന് ചോദിച്ചു. വളരെ ഭാവത്തോടു കൂടി പറഞ്ഞു, ഭഗവാന്റെ ആണ് കാറ്. അകത്ത് ഇത് പറഞ്ഞത് നടന്ന ഒരു കഥയാണത്. ഭഗവാന്റെ കാറാണ്. ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. വീട്ടിൻ്റെ ഉള്ളിൽ ചെന്നതും ആ മുറിയൊക്കെ കണ്ടു. അതിലുള്ള
സാധനങ്ങളൊക്കെ കണ്ടു, വില പിടിച്ച സാധനങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ ഭഗവാന്റെ ആണ് എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഉള്ള മുറികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഉള്ള പലതും കണ്ടു. അദ്ദേഹത്തിൻ്റെ ഫാമിലി, കുട്ടികൾ, ഇവരൊക്കെ ഭഗവാന്റെ ആണ്. മുകളിലെ റൂമിലേക്ക് പോയി. അവിടെ ഒരു നല്ല അമ്പലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൃഷ്ണന്റെ. അപ്പൊ ഈ അമ്പലം ആരുടെയാണ്? ഏറ്റവും ഠാക്കൂർജി കൃഷ്ണന്റെ ആണ്. അപ്പൊ ചോദിച്ചു, ആ കൃഷ്ണൻ ആരുടെയാണെന്ന് ചോദിച്ചു. ഓ തോ ഹമാരാ ഹൈ, കൃഷ്ണൻ എൻ്റെയാണ്, അത് മാത്രം എൻ്റെയാണ്. ഇപ്പം എന്തായി? മൊത്തത്തിൽ എൻ്റെ ആയി അല്ലേ? ഇതിപ്പോൾ ഭഗവാൻ എൻ്റെ ആണെന്നാണ്. അപ്പോൾ ഭഗവാൻ മാത്രം എൻ്റെയാണ്, ബാക്കിയൊക്കെ അതൊക്കെ ഭഗവാന്റെ ആണ്, എല്ലാം ഭഗവാന്റെ ആണ്. ഭഗവാൻ എൻ്റെ ആണെന്ന്. അപ്പോൾ ഭഗവാൻ മാത്രം എൻ്റെ ആവുമ്പോൾ ബാക്കിയൊക്കെ വേണ്ട സമയത്ത് വന്നോളൂ, ഒരു കുറവുണ്ടാവില്ല. യോഗക്ഷേമം മഹാമ്യം. പക്ഷെ ഓരോന്നോരോന്നായിട്ട് ഇത് വേണം അത് വേണം എന്ന് പറയുന്ന ആളുകൾക്ക് കിട്ടില്ല. അപ്പം പക്ഷെ അതൊന്നും ചിന്തിച്ച് ഭഗവാനെ എടുക്കാനും പറ്റില്ല. ഇയാൾക്ക് ഭഗവാനെ വേണ്ടു, ആ സത്യം വേണം. അപ്പോൾ ആ ഡോർ മാത്രം ഓപ്പൺ ചെയ്ത് വെച്ച് അകിഞ്ചനാക്കുകയാണ് ഇയാൾ. അപ്പോഴാണ് സ്വാസ്ഥ്യം വരണത്, ശാന്തി വരണത്. അതാണ് നമോ അകിഞ്ചനവിത്തായ നിവൃത്തഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ എന്ന് ഭാഗവതം. അട്ടെ, അപ്പോ ഈ അകിഞ്ചനത്വം ഇത് ഭഗവാൻ ഒരു ജീവനെ തൻവശപ്പെടുത്തുമ്പോൾ കൊടുക്കുന്ന അവസ്ഥ. ലോകത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സം നിന്ന് തൻ്റെ വശത്തേക്ക് ചിലരെ വളരെ ലാഘവത്തോടുകൂടി തൻ്റെ വശത്ത് കൊണ്ടുവരും. ഈ രമണ മഹർഷിയുടെ ചരിത്രമൊക്കെ അങ്ങനെയാണ്. മാണിക്യവാചകർ പറയുന്നു, എന്നെ അടിച്ചു കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അടിത്ത് അക്കാരം തീറ്റിയ, ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ് വളരെ വേഗത്തോടുകൂടെ പോവായിരുന്നു. വഴിയിൽ വന്ന് നിന്നു. நான் எனது எனும் மாயம் கடித்த வாயிலே நின்று മുൻവിനൈ മിക്ക കഴറിയേ തിരിവേനെ പിടിത്ത്. എന്നുവെച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നെ പിടിച്ചു നിർത്തി. മുൻ നിன்று പോകുന്ന വഴി ബ്ലോക്ക് ചെയ്ത് നിന്നു അത്രേ. എന്നിട്ട് അടിത്ത് വിഷമങ്ങൾ ഉണ്ടാക്കി, ദുഃഖം ഉണ്ടാക്കി, പിടിച്ച് തള്ളി തിരിച്ച് കൊണ്ടുവന്ന് ഇങ്ങടേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇതാണ് ഈശ്വര കൃപയുടെ ചരിത്രം. ഇതൊക്കെ അനുഭൂതിമാന്മാരായ മഹാപുരുഷന്മാർ വീണ്ടും വീണ്ടും പറയുന്ന പാട്ടുകളാണ് ഈ വിഷയങ്ങളൊക്കെ. ഇപ്പോൾ ഭഗവാൻ രമണ മഹർഷിയുടെ ചരിത്രം നമ്മൾ ഇന്നലെ ഇതുവരെ കണ്ടു. മധുരയിലെ ആ അനുഭവം അരുണാചലേശ്വരൻ സ്വാനുഭവമായി ഹൃദയത്തിൽ പ്രകാശിച്ചു. അരുണാചലം ഹൃദയത്തിൽ ആത്മാനുഭവമായി ഉള്ളിൽ പ്രകാശിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ മരിക്കാൻ പോകുന്നു എന്ന് തോന്നി. അത് നമ്മൾ പറഞ്ഞു ഇന്നലെ അല്ലേ? അത് എത്രയോ പ്രാവശ്യം പറഞ്ഞ കഥകളാണ്. എങ്കിലും അത് പരമാർത്ഥം. അപ്പോൾ മരണം നീണ്ടു നിവർന്ന് കടന്നു. ചിലരൊക്കെ ഈ യോഗനിദ്ര പ്രാക്ടീസ് ചെയ്യും, റിലാക്സേഷൻ. അപ്പോൾ കാലില്, കയ്യ്, വിരലുകൾ, മുട്ട്, തൊട, വയറ്, നെഞ്ച്, കഴുത്ത്, തല, മൂക്ക്, കണ്ണൊക്കെ പറയും. അതൊക്കെ ഓരോന്നോരോന്നായി. മൂക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക് ഇയാൾ ഭാവന ചെയ്യും. കണ്ണെന്ന് വെച്ചാൽ കണ്ണ്, അതിനകത്ത് പോയിട്ട് വരുന്ന ബ്രെത്ത് എന്ന് വെച്ചാൽ ബ്രെത്ത്. ഹൃദയം, ഹാർട്ട് എന്ന് വെച്ചാൽ ഹാർട്ട്. ലിവർ, കിഡ്നി ഒക്കെ പറയും അല്ലേ? ഇതൊക്കെ പലരും ചെയ്യാറുള്ളതാണ്. നിശ്ചലമായിട്ട് ഇങ്ങനെ റെസ്റ്റ്ഫുള്ളായിട്ടിരുന്ന് ഓരോന്ന് പറഞ്ഞാൽ ഓരോന്ന് ഭാവന ചെയ്യും. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ എന്ത് ഭാവന ചെയ്യും? അനാട്ടമി എഴുതുമ്പോൾ ലിവർ വരയ്ക്കാം, ഹാർട്ട് വരയ്ക്കാം, കിഡ്നി വരയ്ക്കാം, ഉള്ളിലുള്ളതൊക്കെ.
ബ്രെയിൻ വരയ്ക്കാം, കണ്ണിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വരയ്ക്കാം, മൂക്കിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വരയ്ക്കാം. ഈ ഐ ഒന്ന് വരയ്ക്കൂ. ശബ്ദജ്ഞാനാനുപാധി വസ്തുശൂന്യോ വികൽപ്പ. പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞു, ഒരു ശബ്ദമുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നും കാണാനില്ല എന്ന്. ഐ ഐ ഞാൻ ഞാൻ എന്ന് പറയുന്നുണ്ട്, അതെന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ആളെ കാണാനില്ല. ബാക്കിയൊക്കെ പേര് പറഞ്ഞ സാധനം എന്തെങ്കിലുമൊക്കെ ഒരു രൂപമുണ്ട്. ഇത് പേര് പറയുമ്പോൾ പേരിനനുസരിച്ച് ഉള്ളിലൊന്നും കാണാനില്ല. ഉള്ളിൽ അന്വേഷിച്ച് നോക്കി ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാനിനൊരു രൂപമില്ല, ഒന്നുമില്ല, ഒരു ഫീലിംഗ് ഉണ്ട്, ആ ഫീലിംഗ് എന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് മറഞ്ഞുപോയി, ഒരു നിശ്ചലം മാത്രമേ ഉള്ളൂ. ഇത് മഹർഷി ആ സമയം അനുഭവിച്ചു എന്ന് മാത്രമല്ല, ചിത്തം ആ നിശ്ചലം ഉണ്ടല്ലോ, ആ നിശ്ചലമാണ് ഹൃദയം. ആ അചലമായ അഹന്ത അടങ്ങിപ്പോകുന്ന ആ അചലത്വം, ആ നിശ്ചലതത്വം, ആ നിശ്ചലതത്വത്തിനെ ഭഗവാൻ ഹൃദയം എന്ന് പറഞ്ഞു. ദേഹം മൃണ്മയവത് ജഡാത്മകം അഹം ബുദ്ധിർന തസ്യാസ്തി. ഈ ദേഹം വെറും ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടം പോലെയാണ്, അതിന് ഞാൻ എന്നുള്ള ഫീലിംഗ് ഒന്നുമില്ല. അതഹ നാഹം തത്, അതുകൊണ്ട് ഈ ശരീരം ഞാനല്ല. തദ്ഭാവസുപ്തി സമയേ, അതില്ലാത്ത സുഷുപ്തിയിൽ എന്ന് വെച്ചാൽ ശരീരവുമില്ല മനസ്സൊന്നുമില്ലാത്ത സുഷുപ്തിയിൽ, തദ്ഭാവസുപ്തി സമയേ സിദ്ധ ആത്മസദ്ഭാവത, ആത്മാവിൻ്റെ ഇരുപ്പ്, ആത്മാവിൻ്റെ അസ്തിത്വം എല്ലാവർക്കും സിദ്ധമാണ്. അത് ശൂന്യമല്ലല്ലോ. സുഷുപ്തിയിൽ ശൂന്യമാണോ? ശൂന്യമാണെങ്കിൽ ആര് പോകും? സുഖമായിട്ടിരുന്നു എന്ന് പറയണം. ആ സ്റ്റേറ്റ് തന്നെ നമുക്ക് പ്രതിദിനം ഡെമോൺസ്ട്രേഷനാണ്. ശൂന്യമല്ല, സുഖമായിട്ടിരുന്നു. എന്നാലോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതാണ് ശൂന്യവുമല്ല അശൂന്യവുമല്ല. ന ശൂന്യം ന ചാശൂന്യം അദ്വൈതകത്വാത് കഥം സർവ വേദാന്ത സിദ്ധം ബ്രവീമി എന്ന് ദശശ്ലോകി. അത് ശൂന്യവുമല്ല അശൂന്യവുമല്ല, തന്നിൽ നിന്ന് അന്യമല്ല. അപ്പം സ്പേസ് ഒന്നുമില്ല, ഫോമില്ല, ഒന്നുമില്ല. അത് താനാണ്, തൻ്റെ അസ്തിത്വമാണ്. അതിനെ അറിഞ്ഞതും പെർഫെക്റ്റ് കൺവിക്ഷൻ വന്നതോടുകൂടെ ചിത്തത്തിൻ്റെ ഭ്രാന്തി മുഴുവൻ ഒരു ക്ഷണത്തിൽ കെട്ടടങ്ങിപ്പോയി. നമുക്ക് ചില ഭ്രാന്തികളൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ഉപേക്ഷിക്കാൻ റെഡിയല്ല. മഹർഷിയെ സംബന്ധിച്ചിടത്തോളം ഈ വാസ് റെഡി, പ്രിപ്പയർഡ്, അത്രയേ ഉള്ളൂ. വേദാന്തം വളരെ സിമ്പിളായി പോയി മഹർഷിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും ഹോൾഡ് ചെയ്യാനുള്ള ഒരു നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വേണം, അത് വേണം, ഇത് കുറച്ചിരിക്കട്ടെ. വേദാന്തമൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മളിവിടുന്ന് പുറപ്പെടുമ്പോൾ മായ വന്ന് പറയാം, അതൊക്കെ ശരി, ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് പറയും. അതെടുത്ത് പാക്കറ്റിലിടും. അതാണോ കുഴപ്പം? എന്തെങ്കിലും ഒരു ചെറിയ സാധനം, ചെറിയൊരാശയം, ചെറിയൊരു വിഷയം, ചെറുതും അതാണ് അത് ബന്ധമാവും. അപ്പോൾ വളരെ എളുപ്പമാണെന്ന് മഹർഷിയുടെ ജീവിതം കാണിച്ചു തരുന്നത് ഈ അനുഭവത്തിലാണ്. ചെറിയ ഒരു ക്വസ്റ്റ്, ആ ക്വസ്റ്റിൽ താൻ എന്ത് നേടിയോ അത് തൻ്റെ സ്വരൂപമാണെന്ന് ആ ബുദ്ധി വളരെ പ്രിപ്പയർഡായിരുന്നുണ്ടാവുന്നു. അതുകൊണ്ട് അതിൽ നൂലാമാലകളൊന്നുമില്ല. അതിൽ സംശയം, വിപരീതം, അജ്ഞാനം മുതലായ ഒരു ദോഷവുമില്ല. കൈവല്യ നവനീതത്തിൽ പറയുന്നു, ദുഷ്ടമാം തടൈകൾ മൂന്നും തൊടരാതവണ്ണം സ്വരൂപജ്ഞാന നിഷ്ഠനായിരുപ്പായാകിൽ നീ ചെയ്യും ഉദവിയാമേ. സംശയമില്ല, വിപരീതജ്ഞാനമില്ല, അജ്ഞാനമില്ല. ഒരു ക്ഷണനേരം വിചാരം ചെയ്തു തെളിവായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ്, പ്രാണായാമ, യോഗ ഒരു കുന്തവുമില്ല. ഒരു മിനിറ്റിൽ കാര്യം കഴിഞ്ഞു, അറിഞ്ഞു,
വീട്ടിലുള്ളവരൊക്കെ തിരിച്ചു വന്നു. ഇന്നലെ പറഞ്ഞല്ലോ നമ്മുടെ. അപ്പോൾ അവർ കണ്ടു ഒരു വിസ്മയകരമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന് ഒരു വിചിത്രമായ ശാപം ഉണ്ടായിരുന്നു. ഭാഗവതത്തിൽ വൃത്രൻ തന്നെ പറയുന്നുണ്ട്, ഏതാണ് ശാപം, ഏതാണ് അനുഗ്രഹം. ചിലപ്പോൾ അനുഗ്രഹം ശാപമായിട്ട് തീരും, ശാപം അനുഗ്രഹമായിട്ട് തീരും. ചിലപ്പോഴൊക്കെ ഈ വൈദികരൊക്കെ ചിലപ്പോൾ അനുഗ്രഹം ചെയ്യും. ഷഷ്ടിയബ്ദമൊക്കെ പലർക്കും ഏതാധ്യയനം ചെയ്ത ആളുകൾക്ക് തന്നെ സംസ്കൃതം അറിയില്ല. അപ്പം ശതാഭിഷേകത്തിനൊക്കെ ചിലപ്പോൾ പുത്രാൻ ദശാസ്യാമാധേഹി പതിമേകാദശം കൃതീന ആശീർവാദം பண்ணுவான். நிறைய இன்னும் சில மந்திரங்கள், இன்னும் நிறைய குழந்தைகள் பிறக்கட்டும். இந்த வயசுக்கு மேலே குழந்தை இருந்தப்போ நல்ல காலம் இவ சத்தியவாக்கா இல்லை, இல்லாட்டா படாத பாடுபட்டு போயிடுவோம் இல்லையா. எந்த வயசில் என்ன ஆசீர்வாதம் பண்ணுறதுன்னு ஒரு ஒரு നിയമം இல்லையா. അപ്പം എന്താണെന്ന് അർത്ഥമറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവും. അപ്പോൾ കശാപ കോനു അനുഗ്രഹ. എന്താണ് ശാപം, എന്താണ് അനുഗ്രഹം? ചിലപ്പോൾ ശാപം അനുഗ്രഹമാവും, അനുഗ്രഹം ശാപമാവും. അപ്പോൾ ഇവരുടെ പരമ്പരയിൽ ഫാമിലിയിൽ ഒരു ശാപം ഉണ്ടായി. എത്രേ എന്താണെന്ന് വെച്ചാൽ, ആരോ ഭിക്ഷു വന്നു, സന്യാസി വന്നു, വീട്ടിൽ ആരോ ഭിക്ഷ കൊടുത്തില്ല, അല്ലെങ്കിൽ നേരം വൈകി, എന്തോ ആയി. അതേതോ ദുർവാസ സ്വാമിയാണോ എന്തോ അറിയില്ല, അദ്ദേഹം നല്ലവണ്ണം ഒരു ശാപം കൊടുത്തു. നിങ്ങളുടെ പരമ്പരയിൽ ഓരോ ജനറേഷനിലും ഒരാൾ സന്യാസിയാവും. അപ്പോൾ ഭഗവാന്റെ മുത്തശ്ശൻ അവരൊക്കെ ഓരോരോ ആൾ ആ കാറ്റഗറിയിൽ, ഭഗവാന്റെ അച്ഛൻ്റെ ബ്രദർ, ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ ആളിങ്ങനെ മിസ്സായിട്ടുണ്ട്, പോയിട്ടുണ്ട് ആ പരമ്പരയിൽ. അപ്പം ഇവരുടെ ഈ 3 കുട്ടികളിൽ ആർക്കും ഇത് വരുമെന്ന് ആരും ധരിച്ചില്ല. നോക്കൂ, ആ മഹർഷി എവിടെയെങ്കിലും കിട്ടുമെങ്കിലും നമ്മൾ വിളിച്ച് പൂജ ചെയ്യണം. ആ ശപിച്ചിട്ട് പോയ ആൾ അല്ലേ, ലോകത്തിന് മുഴുവൻ ഒരു വലിയ അനുഗ്രഹം ചെയ്തിട്ട് പോയി. അപ്പോൾ ദുർവാസാവിൻ്റെ ശാപമൊക്കെ അതാണ് പറയാം. അദ്ദേഹത്തിന് ആരെങ്കിലുമൊക്കെ അനുഗ്രഹിക്കണമെങ്കിൽ ശപിക്കും. അദ്ദേഹത്തിൻ്റെ ശാപമാണത്. മറ്റുള്ള മഹർഷി വിശ്വാമിത്രൻ ഇവർക്കൊക്കെ ശപിച്ചു കഴിഞ്ഞാൽ ശക്തി പോകും. ദുർവാസാവിനെ ശപിക്കും തോറും ശക്തി കൂടും, അങ്ങനെയാണ് പറയാം. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ പരമ്പരയിൽ ഇങ്ങനെ ഒന്ന് വന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഈ കുട്ടിയിൽ ഇത് വരുമെന്ന് ആരും വിചാരിച്ചില്ല. എപ്പോഴാ ആരുടെ തലയിലാണ് ഈ മഹാശക്തി വന്നിരിക്കുക എന്നറിയില്ലേ. ആർക്കാണ് ഈ അനുഗ്രഹം വരിക എന്നറിയില്ല. ചിലപ്പോൾ വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ ഒരു വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ആ വഴിയിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ചിലരെ കാണുമ്പോൾ ആ കുട്ടി നോക്കൂ എത്ര വലിയവനായിട്ട് വരാൻ പോകണമെന്നൊക്കെ പറയും, കുറച്ച് കഴിയുമ്പോൾ ഒന്നും കാണില്ല. ചിലർ വളരെ ലൗകികന്മാരായിട്ട് തോന്നും, വളരെ ഉയർന്ന തലത്തിൽ ചിലപ്പോൾ മാറിപ്പോവും ഒരു ഏജിന് ശേഷം. അപ്പം എപ്പോഴാണ് ഈ ഈശ്വരാനുഗ്രഹം ആരുടെ മേലെ, ഈ കൃപ, ഈ ശക്തിപാതം ആരുടെ മേലെ സംഭവിക്കുന്ന അറിയില്ല. എന്തായാലും ഈ വെങ്കട്ടരാമൻ്റെ മേലെ ആ ശക്തിപാത ഉണ്ടായി. അവിടുന്ന് സാക്ഷാത്കാരം പൂർണ്ണമായി. മഹർഷി പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മധുരയിൽ എന്ത് സംഭവിച്ചോ അതേ ഉള്ളൂ, പിന്നെ ഒന്നും ഒരു മാറ്റവുമില്ല എന്നാണ്. പുറമേക്കുള്ള വിഷയങ്ങളിലേ മാറ്റമുള്ളൂ. യാത്ര, ചെറിയ ചെറിയ അതിനെ എന്താണെന്ന് അറിയണത് പിന്നെയൊക്കെയാണ്. അവിടുന്ന് തിരുവണ്ണാമലയ്ക്ക് അരുണാചലത്തിലേക്ക് പുറപ്പെട്ടു. ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ചു. ഇപ്പോഴും ആ കത്തൊക്കെ ഉണ്ട് അവിടെ. ഞാൻ എൻ്റെ അച്ഛനെ അന്വേഷിച്ച് അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് പോവാണ്. അവിടെ മാത്രമേ ഞാനുള്ളൂ, പിന്നെ കഴിഞ്ഞു. ഇത് ഒരു നല്ല കാര്യത്തിനായിട്ടാണ് പോണത്. ഞാൻ അപ്പോഴേക്ക് ഇത് ആയിട്ട് മാറി. നോക്കണം, ഇതൊന്നും ഏതെങ്കിലും പുസ്തകത്തിൽ പഠിച്ചിട്ടല്ല, നാച്ചുറലായിട്ട്. അടുത്ത സ്റ്റെപ്പ് ഒന്നുമില്ല, പേരേ ഇല്ല, അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വര മാത്രം, ഒരു ലൈൻ മാത്രം. പിന്നെ സിഗ്നേച്ചറോ ഒന്നും ചെയ്തിട്ടില്ല ലൈഫിൽ. അവിടുന്ന് പോയി അരുണാചലത്തിൽ വന്നു. ഒരുപക്ഷെ അരുണാചലം എന്താണെന്ന് പോലും അറിയോ എന്നറിയില്ല. എന്താണെന്ന് വെച്ചാൽ അരുഗുരും അമയമിത അചലമാ കണ്ടേൻ.
അവിടെ വന്ന് അടുത്തു വരുമ്പോൾ അടുത്തു വന്ന സമയം അചലമാക്കണ്ടേൻ, ഒരു അചലത്തിനെ കണ്ടു. രണ്ടർത്ഥം, ഒന്ന് മല കണ്ടു എന്ന് പറയാം, രണ്ട് അകമേക്ക് അചലമായി നിൽക്കുന്ന നിശ്ചലതയെ കണ്ടു. ആ നിശ്ചലതയെ ഹൃദയത്തിൽ കണ്ടു. അപ്പോൾ തന്നെ ഉള്ളിൽ അരുണാചലേശ്വരൻ ഒരു ഉപദേശം അങ്ങോട്ട് കൊടുത്തു. കണ്ടവൻ യവൻ, ഈ കണ്ട ആളാരാണ് എന്നൊരു ചോദ്യം ഉദിച്ചു. കണ്ടവൻ ഇൻറിടനിൻறது കണ്ടേൻ, ഈ കണ്ടവൻ ആരാണ്? തിരുമ്പി അഹം തനൈ ദിനമഹ കൺകാൺ തെരിയുമെன்றനയ്യൻ അരുണാചല. ഇതിൽ വരും ഒരു പാട്ട്. ആത്മവിചാരം എന്ന് മഹർഷി പറയുന്ന ഉപദേശം ഉണ്ടല്ലോ, അന്തർമുഖമായി ഇന്ദ്രിയങ്ങളൊക്കെ അകമേക്ക് തിരിച്ച് മനസ്സിനെ ഇൻട്രോവേർട്ടഡ് ആക്കി ഉള്ളിൽ ഞാൻ എന്നുള്ള ആ വൃത്തിയെ കണ്ടു പഠിക്കുക എന്നാണ്. കാണുക, അന്വേഷിക്കുക, അതിൻ്റെ സ്പന്ദനത്തിനെ ഗ്രഹിക്കുക. തിരുമ്പി അഹം തനൈ ദിനം അഹ കൺകാൺ. ദിനം എന്ന് വെച്ചാൽ പ്രതിദിനം എന്നല്ല, ഓൾവേസ്, സന്തതം ശലിപ്പര സന്തോഷം ആകവേ, നിത്യനിരന്തരം ഈ ഞാൻ എന്നുള്ള വൃത്തിയുടെ മൂലാന്വേഷണം ചെയ്യുക എന്ന് അരുണാചലേശ്വരൻ പറഞ്ഞു അത്രേ. എന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറയാൻ ഒരു അഹന്തയില്ല, കണ്ടില്ല എന്ന് പറയാനോ ഇല്ല. ദക്ഷിണാമൂർത്തിയായിട്ട് അചലമായി ഈ ഉപദേശം ചെയ്യാനാണ് അരുണാചലേശ്വരൻ മലയായിട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ വിദ്യ പ്രകാശിപ്പിക്കാൻ പെർഫെക്റ്റ് ഫോം, ടു എമനേറ്റ് സ്റ്റിൽനെസ്, ടു ടീച്ച് സ്റ്റിൽനെസ്. യു റിമെയിൻ സ്റ്റിൽ ആസ് ദ മൗണ്ടൻ. അരുണാചലമായിട്ട് അചലമായിട്ട് ഇരിക്കുന്നു. വിണ്ടിത് വിളക്കിടു വിരലുരുവോൻ ആർ. ഇത് പറഞ്ഞ് എങ്ങനെ അറിയിക്കാൻ പറ്റും? വിണ്ടിലൈ പണ്ട് നീ വിളക്കിനെ എന്നാൽ. അരുണാചലത്തിനെ ദക്ഷിണാമൂർത്തിയായിട്ട് ഭഗവാൻ പറയാണ്. പണ്ട് സനക സനന്ദന സനത്കുമാരാദികൾക്ക് വിണ്ടിടാത് എന്ന് വെച്ചാൽ മിണ്ടിടാതെ. നോക്കൂ, മലയാളം തമിഴ് ഇങ്ങനെയാണ്. വിണ്ട മിണ്ട. വിണ്ടിടാത് വിണ്ടിലൈ പണ്ട് നീ വിളക്കിനെ. പണ്ട് ഒരു അക്ഷരം ഉരിയാടാതെ മൗനമായി ഈ പരമാർത്ഥ സത്യത്തിനെ അവിടുന്ന് പ്രകാശിപ്പിച്ചതുകൊണ്ട് വിണ്ടിടാതെ ഉന്നിലൈ വിളക്കിട, ഒന്നും മിണ്ടാതെ തന്നെ ഈ സത്യത്തിനെ പ്രകാശിപ്പിക്കാനായിക്കൊണ്ട് വിളക്കിട என்றே വിണ്ടലം അചലമാ വിളങ്കിട നിன்றாய். വിൺതലവും വിൺതലം, തലം എന്ന് വെച്ചാൽ ഭൂമി, വിൺ എന്ന് വെച്ചാൽ ആകാശം, രണ്ടും മുട്ടിക്കൊണ്ട് ഒരു ഗിരിയായി മലയായി അവിടുന്ന് പ്രകാശിക്കുന്നു ഭഗവാനെ. ഇതാണ് ആ അരുണാചലത്തിൽ വന്ന കഥ. പിന്നെ നമുക്ക് കഥയൊക്കെ അറിയാം, പല വട്ടം പറഞ്ഞിട്ടുണ്ട്. നേരെ അമ്പലത്തിൽ പോയി. അതിനു മുമ്പ് ആരോ സ്വാമി മൊട്ടയടിക്കട്ടെ എന്ന് ചോദിച്ചു, ഇരുന്ന് കൊടുത്തു. സന്യാസത്തിൻ്റെ സകല വ്രതങ്ങളും അരുണാചലേശ്വരൻ ചെയ്യിപ്പിച്ചു. ഭഗവാൻ അതൊന്നും അറിയില്ല. ആരോ വന്നു, സ്വാമി മൊട്ടയടിക്കട്ടുമോ എന്ന് ചോദിച്ചു, ഇരുന്ന് കൊടുത്തു. ആരോ ഒരു ബാർബർ മൊട്ടയടിച്ചു വിട്ടു. അങ്ങനെയൊന്നും ചോദിക്കില്ല. അതും പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മണ പയ്യൻ, ശിഖയോടെയൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടി, ഷർട്ടും മുണ്ടും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൊട്ടയടിക്കട്ടെ എന്നൊന്നും ചോദിക്കില്ല അന്നത്തെ കാലത്ത്. കാരണം ആ ശിഖ എടുക്കുന്ന സന്യാസമാണല്ലോ. മൊട്ടയടിക്കട്ടെ എന്ന് ചോദിച്ചു അത്ര, ഇരുന്ന് കൊടുത്തു. അതാണ് ഭഗവാൻ അതും അരുണാചലേശ്വരൻ്റെ തലയിലേക്ക് തന്നെ ഇടുന്നത്. മൊട്ടയടിത്ത് എന്നെ വെട്ടവെളിയിൽ നീ നട്ടമാടിനയ്യൻ അരുണാചല. നല്ലവണ്ണം മൊട്ടയടിച്ചു. പിന്നെ വസ്ത്രമൊക്കെ ദൂരെ കളഞ്ഞു, ഉടുത്തിരിക്കണതൊക്കെ കളഞ്ഞ് ഒരു കൗപീനം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പോൾ ശീരയഴിത്ത് നിർവാണമായി ചെയ്ത്. ഇതൊക്കെ അക്ഷരമണമാലയിൽ വളരെ ലാസ്റ്റ് വരും ഈ പാട്ടുകളൊക്കെ, പിന്നാലെ വരും. അത് ഞാൻ ഇപ്പോൾ എടുത്ത് കഥയ്ക്ക് വേണ്ടി പറയുകയാണ്. ശീരയഴിത്ത്, വസ്ത്രമൊക്കെ അഴിച്ച്. ഇപ്പോൾ ഗോപസ്ത്രീകളുടെ അടുത്തൊക്കെ കൃഷ്ണൻ വസ്ത്രം അഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ശരീര മനസ്സ് ബുദ്ധി അഹങ്കാരങ്ങളൊക്കെ നീക്കുന്നതാണ് ശുദ്ധ ചൈതന്യത്തിന് അരുൾ വസ്ത്രം. ഇപ്പോൾ സന്യാസത്തിൽ വസ്ത്രമൊക്കെ അഴിച്ച്
വെള്ളത്തിലിട്ട് കളയും. വെള്ളത്തിലിറങ്ങുമ്പോൾ എല്ലാം. അപ്പോൾ എന്നിട്ട് ഗുരു വസ്ത്രം കൊടുക്കും. ഇതൊരു സമ്പ്രദായമാണ്. ഈ അതേ കാര്യം ഭഗവാനോട് പറയാണ്, ഷീരൈ അഴിത്ത് നിർവാണമായി ചെയ്ത് അരുൾ ഷീരൈ അളിത്ത്. അരുൾ ഷീർ എന്ന് പറഞ്ഞു ഭഗവാൻ ഈ വസ്ത്രത്തിന്, ഈ ഗുരു കൊടുക്കുന്ന വസ്ത്രത്തിന്. പക്ഷെ ഇവിടെ എന്തർത്ഥത്തിലാണ് പറയണതെന്ന് വെച്ചാൽ മഹാവാക്യജ്ഞാനം, ശരീരം മനസ്സ് മുതലായ ഉപാധികളെയൊക്കെ നീക്കി ആ മഹാവാക്യത്തിൻ്റെ താല്പര്യം ഞാൻ എന്നുള്ള അനുഭവത്തിൻ്റെ ഉണ്മയായ സ്വരൂപത്തിനെ പ്രകാശിപ്പിച്ച് എനിക്ക് അനുഗ്രഹം ചെയ്യൂ അരുണാചല എന്ന് പറയണതാണ്. ഇതൊക്കെ അവിടെ നാച്ചുറലായിട്ട് നടന്നു. മഴ പെയ്തു, ആ ക്ഷണത്തിലേക്ക് മഴ പെയ്തു എന്നാണ് ആ കഥ. മുട്ടയടിച്ചിട്ട് കുളിക്കണ ചിന്തയൊന്നുമില്ല, എന്ത് കുളിക്കാമെന്നാണ്. എന്നിട്ട് നേരെ പോയത് ശ്രീകോവിലേക്ക്. ഒരാളുമില്ല. ഇന്നൊക്കെ നിങ്ങൾ തിരുവണ്ണാമല, ഞങ്ങളൊന്നും ഇപ്പം അമ്പലത്തിലേക്ക് പോകണില്ല, അത്ര തിരക്കാണ്. ഉള്ളിലേ പോകാൻ പറ്റില്ല, അത്ര തിരക്കാണ് ഇപ്പം. അന്ന് ഭഗവാന്റെ കാലത്തല്ല, 90കളിലൊക്കെ പോലും ഞങ്ങൾ പോയി കുറുക്കളെ വിളിച്ചുകൊണ്ട് വരണം അമ്പലം തുറക്കാനായിട്ട്. ചിലപ്പോൾ രാവിലെ 5:30 മണിക്കൊക്കെ പോയിട്ട് 5 മണിക്കൊക്കെ പോയിട്ട് വിളിച്ചുകൊണ്ട് വരണം. ഇപ്പോൾ രാവും പകലും ഒക്കെ തുറന്നു വെച്ചിരിക്കുക തിരക്ക് കാരണം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറി. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഭക്തിയാണോ അല്ല മേലെയാണോ ചോട്ടിലാണോ നമുക്കറിയില്ല. എന്തായാലും ധാരാളം ജനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ. തിരക്ക്, ഒരുപാട് തിരക്ക്. അത് മുഴുവൻ ആന്ധ്രക്കാരാണ്, തെലുങ്കന്മാരാണ് കൂടുതൽ. അപ്പോൾ ആ സമയത്ത് ആരുമില്ല, ഒറ്റ ആളില്ല. നേരെ ചെന്ന് അരുണാചലേശ്വരൻ്റെ ലിംഗത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവിടുത്തെ ആജ്ഞയോടുകൂടെ വന്നു, ഇനി ഉൻ ഇഷ്ടം എന്നിഷ്ടം, അങ്ങയുടെ ഇഷ്ടം എൻ്റെ വില്ലേ ഇല്ല എന്ന് വെച്ചാൽ ആ സെൽഫ് വിൽ കംപ്ലീറ്റ്ലി എറേസ്ഡ്. അതാണ് ഞാൻ എന്നുള്ളതും എൻ്റെ എന്നുള്ളതും എൻ്റെ ആഗ്രഹം ഒക്കെ പോയി, ഉണ്ട്, വിട്ടു. ഇതൊരു കാര്യം. വേറെ ഒരു സാധന, യൗകികമായൊരു കാര്യം. സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ ഭാവാവേശം വരും, ഇമോഷൻസ് വരും. ഈ ഭാവാവേശമൊക്കെ വരുമ്പോൾ പല വിധത്തിലുള്ള റിയാക്ഷൻ ബോഡിയിലുണ്ടാവും. ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ നിങ്ങൾ അധ്യാത്മസാധന പഠിക്കുന്നവർ പലരും പഠിച്ചു നോക്കിയിട്ടുണ്ടാവും. രാമകൃഷ്ണ ലീലാമൃതം എന്ന് ശാരദാനന്ദ സ്വാമികൾ എഴുതിയ 2 വോള്യം ഉണ്ട്. അത് ഒരു ശാസ്ത്രം പോലെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്ത്രം, യോഗം, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതിനകത്ത്, ഒരുപാട് സാധനാ സമ്പ്രദായങ്ങൾ. അതിൽ ശ്രീരാമകൃഷ്ണദേവന് ഒരു ഭാവാവേശം, അതും വളരെ ഇമോഷണലാണല്ലോ. ആ ഒരുപാട് ഭാവാവേശത്തിൻ്റെ ഫലമായി ശരീരത്തിലൊക്കെ ഒരു എരിച്ചൽ. നമുക്ക് തന്നെ ഒരു ചില ഇമോഷൻസൊക്കെ വന്നാൽ ശരീരമൊക്കെ എരിയും. അപ്പോൾ ലൗകികമായ ഇമോഷൻസ് തന്നെ ശരീരം എരിയും. ഈ ശാകുന്തളത്തിലൊക്കെ ഉണ്ട്. ശകുന്തളയ്ക്ക് ദുഷ്യന്തൻ്റെ വിരഹം കാരണം ശരീരത്തിലൊക്കെ തീ വന്നിട്ട് അവർ താമര ഇല കൊണ്ട് ഇങ്ങനെ വീശും അത്രേ, നമുക്ക് കഥ. അപ്പോൾ ശരീരത്തിൽ ആ ചൂട് വന്നിട്ട്, അപ്പോൾ രാമകൃഷ്ണദേവൻ അങ്ങനെ ശരീരത്തിലൊക്കെ ചൂട് വന്നിട്ട് അതിന് മരുന്ന് എന്തൊക്കെയോ ചെയ്തു നോക്കി, ഒന്നും ഫലിച്ചില്ല. ആ ഭൈരവി ബ്രാഹ്മണി എന്ന് പറയുന്ന ആ ഒരു യോഗിനി, അവർ ശരീരത്തിൽ മുഴുവൻ ചന്ദനം പൂശി കഴുത്തിൽ ചില പുഷ്പഹാരമൊക്കെ അണിയിച്ചപ്പോൾ അത് ശാന്തമായി. ഇത് സാധാരണ നമ്മൾ ഈ ഭാഗവതന്മാർ രാത്രിയൊക്കെ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ദിവ്യനാമസങ്കീർത്തനത്തിന് കഴുത്തിൽ മാലയൊക്കെ അണിയിച്ച് ശരീരത്തിൽ ചന്ദനമൊക്കെ ഇടും. എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ തപ്പി ഭാവാവേശം എന്തെങ്കിലും വന്നാലോ. അല്ലേ, നമുക്ക് സാധാരണ ഒന്നും വരില്ല, പക്ഷെ വന്നാലോ, ചിലർക്ക് ആർക്കെങ്കിലും വന്നാലോ. അപ്പോൾ അതിനൊരു ആ ശാസ്ത്രം വെച്ചുകൊണ്ടിരിക്കുക, സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ സമീകൃതമായി. അപ്പോൾ ഭഗവാന് ഗുരുവൊന്നുമില്ലല്ലോ, ആരും വെളിയിലേക്ക് വഴി കാണിക്കാനില്ല. ഈ ലിംഗത്തിനെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ആ ശരീരത്തിലുള്ള തീച്ചൂട് എരിച്ചലൊക്കെ പോയതാണ്. അതാണ് ഈ നിന്നെരി എരിത്തിടും മുൻ നിൻ അരുൾമഴை പൊഴി അരുണാചല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരോ സ്പർശമാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ, നമുക്ക് കഥ അറിയാം, പാതാളലിംഗത്തിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വസിച്ച് പതുക്കെ ആളുകളൊക്കെ അറിഞ്ഞു. വളരെ കുറേ ദിവസങ്ങൾ മൗനമായി നിർവികൽപ്പ സമാധിയിൽ പല സ്ഥലത്തുമായിട്ടിരുന്നു.
പിന്നീട് ഭഗവാൻ തീരുമാനിച്ചു, ആ ഇൻ്റലിജൻസാണത്. അതായത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ആളുകൾ ഇങ്ങനെ വന്ന് കാണാൻ വരും, എഴുന്നേൽക്കുമ്പോഴേക്ക് ശരീരം വീണു പോകും. എന്താണെന്ന് വെച്ചാൽ ആഹാരമൊന്നുമില്ല. ഗുരുമൂർത്തം എന്ന് പറഞ്ഞ് തിരുവണ്ണാമലയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ ഉള്ളിൽ പോയാൽ ഒരു സ്ഥലം, അവിടെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി കുറച്ച് ദിവസം താമസിപ്പിച്ചിരുന്നു. ശരീരത്തിൽ ഉറുമ്പരിക്കാതിരിക്കാനായിട്ട് വെള്ളം നിറച്ച് ഒരു വലിയ പാത്രം, അതിൻ്റെ ഉള്ളിലൊരു സ്റ്റൂൾ ഇറക്കി വെച്ച് അതിലിരിക്കുകയായിരുന്നു. അപ്പോൾ രാവും പകലും. മുമ്പൊക്കെ പലരും പോയി കണ്ടിട്ടുണ്ട്, ആ ചുമരിൽ അടയാളമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും, ആ ചാരി ഇരുന്നതിൻ്റെ. അപ്പോൾ ഗണേശനൊക്കെ പറയും, ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് എന്ന് പറയും, അതിൻ്റെ അടയാളം എടുക്കും അതേപോലെ സംരക്ഷിച്ചു ഇങ്ങനെ ഇരുന്നിട്ടേ. അപ്പോൾ അങ്ങനെ അചലമായി. അപ്പോൾ ഇതൊക്കെ ഭഗവാന് കുറച്ച് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, എഴുന്നേറ്റ് നടക്കണം. ഇപ്പോൾ ഭിക്ഷയ്ക്ക് സ്വയമേവ പോയി പലയിടത്തും തെരുവിലൊക്കെ ഭിക്ഷ എടുത്തു. അരുണാചലത്തിൽ ഭിക്ഷ എടുക്കുക ഒരു ശ്ലാഘ്യമായ വിഷയം. തെരുവിലൊക്കെ പോയി ഒരു സിദ്ധൻ പാടി, ഗുഹനമശിവായ പാടി, ദേവേന്ദ്രൻ്റെ പദവി കിട്ടിയാലും എനിക്ക് വേണ്ട, ഭൂമിയിലൊക്കെ രാജാവായിട്ട് കിട്ടിയാലും എനിക്ക് വേണ്ട, ഞാൻ ഈ തിരുവണ്ണാമലയിൽ ഭിക്ഷ എടുത്തോളാം എന്ന് പറയണം. മണ്ണാളപ്പെറ്റിടിനും വേണ്ട, വാനവരെല്ലാം പണിയ വിണ്ണാളപ്പെറ്റിടിനും വേണ്ടേൻ, ശോണഗിരി പിത്തനാർ സന്നദ്ധിക്ക് പിച്ചയുണ്ട് വാഴപ്പെരുന്നു. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഭിക്ഷ എടുത്തു. എന്ന് വെച്ചാൽ പരമേശ്വരൻ ഭിക്ഷ എടുത്ത സ്ഥലമാണ്. ഭിക്ഷാടനരായിട്ട് കാർത്തിക ദീപത്തിന് ഒരു ദിവസം ഈശ്വരൻ നഗ്നനായി. ഇപ്പോൾ ഭഗവാൻ ഉണ്ടായിരുന്ന പോലെ തന്നെ ഭിക്ഷ എടുക്കും, എല്ലാ വീട്ടിലേക്കും പോകും, തെരുവായിട്ട് പോകും, പോയി ഭിക്ഷ എടുക്കും ഈശ്വരൻ. ആ ഭിക്ഷ എടുക്കുന്ന ഭിക്ഷാടനമൂർത്തി ചിദംബരത്തിലുണ്ട്, തിരുവണ്ണാമലയിലുണ്ട്, എല്ലാ സ്ഥലത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാൻ അരുണാചലത്തിൽ ഭിക്ഷ എടുത്തു. പിന്നെ മലയിൽ വിരൂപാക്ഷ ഗുഹയിലിരിക്കുമ്പോഴൊക്കെ ഭിക്ഷയ്ക്ക് പോകും ഇവർ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ വളരെ പ്രസിദ്ധമായി കഴിഞ്ഞാൽ അവർക്ക് ഭിക്ഷ എടുക്കാൻ പറ്റില്ല. ഭിക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി കളയും. പിന്നെ ഇവർ ഭിക്ഷയ്ക്ക് വരണു കാത്തുകൊണ്ടിരിക്കും. ഭഗവാൻ അവിടെ ഈശാന്യമഠത്തിൽ പോയി ഭിക്ഷ എടുക്കും. അപ്പോൾ ഈശാന്യമഠത്തിൽ എല്ലാവർക്കും ഭിക്ഷ കൊടുക്കും. അന്ന് അവിടുത്തെ സാധുക്കളൊക്കെ ഭിക്ഷ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഉപ്പില്ലാത്ത ചോറാണ് കൊടുക്കുക എല്ലാവർക്കും. ഉപ്പുണ്ടാവില്ല അതിൽ. അവർക്ക് വിശപ്പിനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. യതികൾക്കാണല്ലോ ഭിക്ഷ. അപ്പോൾ ഇങ്ങനെ കൊടുക്കും. അപ്പം ഭഗവാൻ അതിൻ്റെ ലൈനിൽ പോയി നിന്ന് എല്ലാവരുടെ കൂടെയും ആ ഭിക്ഷ വാങ്ങിച്ച് ഒരു ദിവസം അവിടുത്തെ സ്വാമി മോളൊന്ന് കണ്ടപ്പോൾ അയ്യോ സ്വാമി വന്നിരിക്കണു, നമ്മളിങ്ങനെ ഭിക്ഷ കൊടുക്കണോ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് ഉള്ളിൽ കൊണ്ടുപോയി. ഉള്ളിൽ കൊണ്ടു ചെന്ന് ഇരുത്തിയിട്ട് കുറച്ച് നല്ല വിധത്തിൽ ഇലയൊക്കെ ഇട്ട് ഭിക്ഷയൊക്കെ കൊടുത്തു. അതോടുകൂടെ പിന്നെ ഭഗവാൻ അവിടെ ഭിക്ഷയ്ക്ക് പോകണമെന്ന് നിർത്തി. പിന്നെ പതുക്കെ മലയുടെ മുകളിൽ കയറി വിരൂപാക്ഷ ഗുഹയിലിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് കൂടെ ഉള്ളവരൊക്കെ ഭിക്ഷയ്ക്ക് പോകും. ഭിക്ഷയ്ക്ക് പോയി എന്ത് കിട്ടണോ അത് കൊണ്ടുവരും. ഭഗവാൻ പിന്നാലെ ഈ രമണാശ്രമമൊക്കെ വന്നിട്ട് നല്ല സമൃദ്ധമായ ശാപ്പാടൊക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ പറയും, ഇതൊക്കെ വ്യാധിയാണ്, ഇതൊന്നും ഒരു സുഖമില്ല. അന്ന് ഞങ്ങൾ ഭിക്ഷ എടുത്തുകൊണ്ട് വന്ന് എത്ര ആൾ വരണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കും അതിൽ. എന്നിട്ട് ഉപ്പ് പോലെ ഉണ്ടാവില്ല, ഉപ്പ് നാക്കിൽ തേച്ചോളുന്നതാണ് ആ കഞ്ഞി കുടിക്കാനായിട്ട്. മനസ്സിന് നല്ല ശാന്തി, ശരീരം ലാഘവത്തോടുകൂടെ ഇരിക്കും, ഒരു വിഷമമില്ല. അങ്ങനെ ഭിക്ഷ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവരൊക്കെ പാടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമശിവായ വാഴ്ക, നാഥൻ താഴ്വാഴ്ക, ഇമൈപ്പൊഴുതും എന്നെഞ്ചിൽ നീങ്കാതാം താഴ്വാഴ്ക, കോകഴി കാണ്ട ഗുരുമണിതൻ താഴ്വാഴ്ക, ആഗമം ആകി നിன்று അണ്ണിപ്പാൻ താഴ്വാഴ്ക. ഇങ്ങനെ തിരുവാചകം പാടിക്കൊണ്ട് പോകും. അല്ലെങ്കിലോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവർ, അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നവരൊക്കെ അദ്ഭുത വിഗ്രഹ അമരാധീശ്വര അഗണിത ഗുണഗണ അമര ശിവ ഹര സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ ശിവ. ഇതാണ് പാടുക. പൊതുവെ ചിലർക്ക് ഈ സംസ്കൃതമൊന്നും വായിൽ വരില്ലെങ്കിൽ അവർ സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ ശിവ ഇത് പാടിക്കൊണ്ട് ഭിക്ഷ എടുക്കും. അപ്പോൾ ഈ പാടിക്കൊണ്ട് പോയാൽ ഭിക്ഷുക്കൾ വരണമെന്നറിയാം, വീട്ടിലുള്ളവർ ഭിക്ഷ കൊടുക്കും.
നോക്കൂ, ഈ ഗൃഹസ്ഥന്മാരുടെ വീട്ടിൽ നിന്നും ഭിക്ഷ എടുക്കണം. ഇത് യതികൾക്ക് വളരെ വലിയ വില പിടിച്ച ഒരു കാര്യമാണ്. അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഗൃഹസ്ഥന്മാർക്കും ഈ സന്യാസികൾക്കും ഒരു കണക്ഷൻ ഉണ്ടാവണം. ഇവർക്ക് ബുദ്ധഭിക്ഷുക്കളൊക്കെ ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യണത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഒരു ബുദ്ധഭിക്ഷു വന്നു. വളരെ പ്രോമിനൻ്റായ ഒരു ബുദ്ധഭിക്ഷു നമ്മളുടെ താമസിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പഴയ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. അവർ കാനഡയിലാണ് ഇരിക്കണേ. അദ്ദേഹം ഇവിടെ കാനഡയിൽ ടൊറൻറ്റോയിലൊക്കെ ഭിക്ഷ എടുക്കാൻ പോകത്രേ. അപ്പോൾ എങ്ങനെയാണ്, ഒന്നുകൂടി ഭിക്ഷാപാത്രം എടുത്ത് പോകും. ആളുകൾ വന്ന് ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ വസ്ത്രം എടുത്തിരിക്കണത്, എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. ഇന്നാണോ ഇതൊന്നും പാടില്ല. അപ്പോൾ പറയും, ഇത് ഞങ്ങളുടെ ധർമ്മമാണ്, ഞങ്ങൾ ഭിക്ഷ, വി ഹാവ് കം ഫോർ ആംസ് ഒക്കെ പറയും. ആൻഡ് പീപ്പിൾ ആർ വെരി ജനറസ് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു കണക്ഷൻ വരും. അപ്പോൾ അവർക്ക് വല്ല ഉപദേശം, ഈ ആശയമൊക്കെ അവരുടെ ഉള്ളിൽ പോകും. ഇപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ചാൽ ഋഷികേശ് അവിടെ ഇവിടെയൊക്കെ ഭിക്ഷ കൊടുക്കാൻ ഒരു സത്രം ഉണ്ടാക്കി. ഈ സന്യാസികൾക്ക് കരുണയാണ്. കാരുണ്യം കൊണ്ട് കാളി കമ്പിളിവാല സത്രം മുതൽ തുടങ്ങിയിട്ട് സത്രം ഉണ്ടാക്കി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗൃഹസ്ഥന്മാരുടെ അവിടെ പോയി ഭിക്ഷ എടുക്കലില്ല. പിന്നെ ഭിക്ഷ എന്നൊക്കെ വിളിച്ചാൽ നല്ല 5 സ്റ്റാർ ഭിക്ഷയാണ്. അല്ലാതെ ഉമ്മർത്തുനിന്ന് ഭിക്ഷ വാങ്ങിച്ച് പോവാന്നുള്ള പരിപാടിയില്ല. വാങ്ങിച്ച് പോയി എവിടെയെങ്കിലും പോയി മുരുകനാർ സ്വാമി അവരൊക്കെ ഭിക്ഷ എടുത്തിട്ടുണ്ട്. അവരൊക്കെ ഭിക്ഷ എടുത്തുകൊണ്ട് വന്ന് കുളത്തിൻ്റെ കരയിൽ കൊണ്ടുവന്ന് വെച്ച് അവിടെ ഇരുന്നിട്ട് കഴിക്കും. ഇങ്ങനെയാണ് ഭിക്ഷ എടുക്കുക അവർ. അപ്പോൾ ആ ഒരു ഗൃഹസ്ഥന്മാരോ ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഭഗവാനൊക്കെ ഭിക്ഷയ്ക്ക് വരണമെന്ന് വെച്ചാൽ തെരുവിലൊക്കെ കാത്തുകൊണ്ടേയിരിക്കും അവർ. ചിലരൊക്കെ പിടിച്ച് വലിച്ച് ഉള്ളിൽ പിടിച്ചിരുത്തിയ കഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ പോവാതായി. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ പോയി ഭിക്ഷ എടുക്കാൻ പോകുന്നു. അപ്പോൾ ഇവരൊക്കെ പാടും. അപ്പോൾ ഭഗവാനോട് പറയും, ഭഗവാൻ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൃതി എഴുതി തരണം. ഭഗവാൻ അരുണാചലേശ്വരൻ്റെ പേരിൽ എഴുതിയ ഒരു കൃതി ഞങ്ങൾക്ക് വേണം. അപ്പോൾ ശരിക്ക് പിച്ചക്കാരപ്പാട്ടാണത്. ഞങ്ങളൊക്കെ ഉഞ്ചവൃത്തിക്ക് നമുക്കൊക്കെ പ്രതിദിനം ഇതിനെ ഉപയോഗിക്കും ഭിക്ഷയ്ക്ക്. അപ്പോൾ ഭിക്ഷയ്ക്ക് ഉള്ള പാട്ടാണത്. അപ്പോൾ ഇവർ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്താ എഴുതാനാ? ദേവാറുണ്ട്, തിരുവാചകമുണ്ട്, ഇനി എന്തിന് ഞാൻ പുതിയതായിട്ട് എന്തിനു എഴുതണം? ഒന്നും എഴുതാനില്ല, മനസ്സിൽ സങ്കല്പമൊന്നും വരണില്ല. ഇങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഇവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഭഗവാൻ ഗിരിപ്രദക്ഷിണം പോകുമ്പോൾ, അരുണാചലത്തിനെ ചുറ്റി പ്രദക്ഷിണം പോകുമ്പോൾ വളരെ പതുക്കെ പോടും. വളരെ സാവകാശമാണ്. ധൃതി കൂട്ടി ഇങ്ങനെ 2.5 മണിക്കൂർ 2 മണിക്കൂറിലൊക്കെ പോയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും പോവില്ല, വളരെ പതുക്കെ. ചിലപ്പോൾ വഴിയിലൊക്കെ താമസിക്കും. ഭഗവാൻ പ്രദക്ഷിണം പുറപ്പെട്ട ആ ഗ്രാമങ്ങൾ അവിടെ ഇവിടെ ആളുകളൊക്കെ വന്ന് നിൽക്കും. സ്വാമി വരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വഴിയിലൊക്കെ വന്ന് നിൽക്കും. അവരോടൊക്കെ സംസാരിച്ച് അവരുടെ കാര്യമൊക്കെ അന്വേഷിച്ചൊക്കെ പോകും. ഭഗവാൻ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ലോക്കൽ ആളുകളും ഒക്കെ വരും. ചിലരൊക്കെ വരുന്ന വഴിയിലൊക്കെ അവർ ഈ കൂഴൊക്കെ കൊണ്ടുവരും. ഈ ഗ്രാമത്തിലുള്ള ആളുകൾ അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ചിലപ്പോൾ വഴിയിൽ താമസിക്കും, പോകുന്ന വഴിയിൽ. ഇങ്ങനെയൊക്കെയാണ് യാത്ര. ഒരു ദിവസമൊക്കെ ആവും ചിലപ്പോൾ. ചില ദിവസം ഒരു പ്രദക്ഷിണം ആയിട്ട് വരും. പക്ഷെ പതുക്കെ ആ സമാധിസ്ഥിതിയിലുള്ള സഞ്ചാരമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ആരോ കയ്യിലൊരു പേപ്പറും പെൻസിലും എടുത്തിരുന്നു. അവർക്ക് എന്തോ ഒരു ഇൻറ്റ്യൂഷൻ. എന്നിട്ട് പോകുന്ന വഴിയിൽ പറഞ്ഞു, ഭഗവാന്റെ കയ്യിൽ കൊടുത്തു, ഭഗവാൻ എന്തെങ്കിലും എഴുതണമെന്ന്. എവിടെയോ ഇരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ആ കടലാസും പെൻസിലും കൂടെ കൊടുത്തപ്പോൾ, സാധാരണ എന്തെങ്കിലും കൊടുത്താൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ തൻ്റെ ഇഷ്ടനാമം അരുണാചലം, അതാണല്ലോ ഭഗവാന്റെ നാമം. ഇപ്പം തിരുവാചകം തുടങ്ങുന്നത് അങ്ങനെയാണ്, നമഃശിവായ വാഴുക, അങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലേ. അതേപോലെ ആരെങ്കിലും പുസ്തകമൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും എഴുതി തരാൻ പറഞ്ഞാൽ അരുണാചലം എന്ന് എഴുതും. അതേപോലെ ഭഗവാൻ ആ കടലാസും പെൻസിലും കൊടുത്തപ്പോൾ അരുണാചലം എന്ന് എഴുതി. അവിടുന്നാണ് ഈ 108 പാട്ട് തുടങ്ങിയത്. അരുണാചലം എന, അത് ഇതുവരെ ഇല്ലാത്തൊരു ഛന്ദസ്. അരുണാചലം എന അഹമേ നിനൈപ്പവർ അഹത്തൈ വേറൊരുപ്പായ് അരുണാചലം. സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ ശിവ. അതേതാണ്, അതേ ട്യൂണാണ്. അത് തമിഴിലില്ല ആ ഛന്ദം.
അദ്ഭുത വിഗ്രഹ അമരാധീശ്വര അഗണിത ഗുണഗണ അമിത ശിവ ഹര സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ ശിവ അരുണാചലമന അഹമേനിനെപ്പവർ അഹത്തൈവേറുപ്പായ അരുണാചലം. അത് ആ തമിഴിൽ അതെങ്ങനെ ഫിറ്റാവോ അതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതി ആശയം. അതിലാദ്യത്തെ പാട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ അക്ഷരമണമാല 108 പാട്ട് എഴുതി. തിരിച്ചു വരുമ്പോഴേക്കും 108 പാട്ടായി. ചില സ്ഥലത്തൊക്കെ കൂടെ ഉണ്ടായിരുന്ന രാമസ്വാമി പിള്ളை, അദ്ദേഹം 90കളിൽ ആണ് സമാധിയായത്. 98 മറ്റോ ആണ് അദ്ദേഹം സമാധിയായത്. അദ്ദേഹം പറയും, കണ്ണീര് നിറഞ്ഞ് കടലാസൊക്കെ കുതിർന്നു പോകുന്ന അങ്ങനെയൊക്കെ ഒരു ചില സ്ഥലത്തൊക്കെ കാണിച്ചു തന്നിട്ടൊക്കെ പറയുന്നു. ഗണേശനാ പറയും, ചില സ്ഥലം ഇവിടെ ഇരുന്നിട്ടാണ് ഈ പാട്ട് എഴുതിയത്, ഇവിടെ ഇരുന്നാണ് ഈ പാട്ട് എഴുതിയത്, ഇങ്ങനെ ഇതിലോരോ പദ്യം എഴുതിയത്, ഓരോ ശ്ലോകം എഴുതിയത്. അപ്പോൾ അങ്ങനെ ആണ് ഈ 108 പാട്ടുകളും തനിക്കും അരുണാചലേശ്വരനും തമ്മിലുള്ള ആ അലൗകികമായ പ്രേമം, അതിൻ്റെ ഒരു പ്രകാശനമാണ് ഈ അക്ഷരം. നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഉള്ള പ്രിയത്തിനെ നമ്മൾ പുറത്ത് പറയാൻ പാടില്ല അല്ലേ? അപ്പോൾ പുറത്ത് പറഞ്ഞ് ഭഗവാൻ തന്നെ പറയണു അരുണാചലേശ്വരനോട്, എന്നോട് കോപിക്കരുതെന്ന്. ഞാൻ അറിയാതെ പറഞ്ഞുപോയി, എന്നോട് കോപിക്കരുത് എന്ന് പറയണ്ട ലാസ്റ്റ് ഒരു പാട്ടിൽ. വെളിവിട്ടേനുശയം വെറുത്തിടാതുന്നരുൾ വെളിവിട്ടനേക്കാ അരുണാചല. അപ്പോൾ വളരെ വേദം പോലെ അലൗകികമായൊരു കൃതി, ഒരു അലൗകികനായ ഒരു മഹാപുരുഷൻ നടമാടുന്ന ജംഗമലിംഗമായിരുന്ന ഒരു മുക്തപുരുഷൻ്റെ കൃതി. അതിൽ 108 പാട്ടുകൾ വന്നു. ഭഗവാന്റെ അടുത്ത് അതിന് അർത്ഥമൊക്കെ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളെ അർത്ഥം ആലോചിച്ചോളൂ, ഞാൻ ചിന്തിച്ച് വേണ്ടേ പറയാൻ. ഞാനാണ് ചിന്തിച്ചിട്ടാണോ അത് എഴുതിയത്? ഞാൻ അതിന് അർത്ഥം പറയണമെങ്കിൽ ഞാൻ ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ തന്നെ അർത്ഥം, അതിനെ പാടുന്നത് തന്നെയാണ് അതിനർത്ഥം എന്ന് പറഞ്ഞു. ഒരു ഇത് പറഞ്ഞ് അതിൻ്റെ പാടുന്നത് തന്നെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പാടുന്തോറും ഉള്ളിൽ സ്ഫുരിക്കും, പ്രകാശിക്കും. പിന്നാലെ ഭക്തന്മാർ പലരും അതിന് വ്യാഖ്യാനം എഴുതി. മുരുകനാറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. വലിയ കവി, ഭഗവാന്റെ മുഖ്യ ശിഷ്യന്മാരിൽ ഒരാൾ മുരുകനാർ എഴുതിയൊരു വ്യാഖ്യാനം. പിന്നീട് മുരുകനാറുടെ അടുത്ത് പഠിച്ച ഭഗവാന്റെ തന്നെ മറ്റൊരു ഡിസൈപ്പിൾ കനകമ്മ ഇതിനൊരു വളരെ സരളമായ വ്യാഖ്യാനമൊക്കെ എഴുതി. സാധുസ്വാമി എഴുതിയിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്. കനകമ്മ എഴുതിയ വ്യാഖ്യാനമാണ് ഇപ്പോൾ നമുക്ക് പുസ്തകം കിട്ടാനുള്ളത്. ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ കനകമ്മാവിൻ്റെ അടുത്ത് തന്നെ ഇതൊക്കെ ശ്രവണവും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞ് കനകമ്മ ഇരുന്ന് കേട്ടിട്ടുമുണ്ട്. ഭാഷണത്തിൽ, സത്സംഗത്തിൽ ഇരുന്ന് അവർ ശ്രവണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്ഷരമണമാലയല്ല ഉള്ളത് 40, അവർ തന്നെ മുമ്പിലിരുന്ന് ശ്രവണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെഴുതിയ വ്യാഖ്യാനം ഇതൊക്കെ പിന്നീട് വന്നു. മുരുകനാർ അതിനൊരു ആരംഭത്തിലൊരു പാട്ട് എഴുതി. തരുണാരുണമണി കിരണാവലിനികർ തരുമക്ഷരമണ മകിഴ്മാലൈ തിരുനാടിയ തിരു അടിയാർ തരുമറൽ തെളിയപ്പരവുതൽ പൊരുളാക കരുണാകരമുനി രമണാരിയൻ ഉവകൈനാർ സുറിയതു ഗതിയാക அருணாச்சலம் என அகமே அறிவொடும் ஆழ்வார் சிவனுலகு ஆழ்வாரே തരുണാരുണമണി. ഇത് മുരുകനാർ എഴുതിയ പാട്ടാണ്. സിമ്പിളായിട്ട് അർത്ഥം പറഞ്ഞു പോകാം. തരുണാരുണമണി, തരുണ അരുണൻ. അരുണൻ എന്ന് വെച്ചാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉദിക്കുന്ന അരുണോദയം. തരുണാരുണമണി കിരണാവലി നികർ, അതുപോലെ അതിൻ്റെ കിരണാവലി പോലെ ഉള്ള, അതായത് വെച്ചാൽ സൂര്യൻ്റെ ഉജ്ജ്വലത, പ്രകാശമുണ്ട്, പക്ഷെ വളരെ മൈൽഡാണ്, വളരെ സൂത്തിങ് ആണ്, എലിവേറ്റിംഗ് ആണ്.
അക്ഷരമണ മകിഴ്മാലൈ. മകിഴ്മാല എന്ന് വെച്ചാൽ ആനന്ദമാല. ആനന്ദമാണ് മകിഴ്ചി. പക്ഷേ മകിഴമരം എന്ന് പറയുന്നത് അരുണാചലത്തിൻ്റെ സ്ഥലവൃക്ഷമാണ്. മകിഴമരം അരുണാചലത്തിൻ്റെ സ്ഥലവൃക്ഷമാണ്. നിങ്ങൾ തിരുവണ്ണാമലൈ കോവിലിൻ്റെ ഉള്ളിൽ പോയാൽ ഇടതുവശത്തേക്ക്, ഇപ്പോൾ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, ഈ ഇടതുവശത്തേക്ക് പോയാൽ അവിടെ മകിഴമരം എന്നിട്ടിട്ടുണ്ടാവും. അതാണ് അരുണാചലത്തിന് സ്ഥലവൃക്ഷം. അപ്പം അരുണാചല മകിഴ്മാലൈ തെരുൾനാടിയ തിരു അടിയാർ. വാസ്തവമായ ജ്ഞാനത്തിനെ, ആത്മാനുഭവത്തിനെ അന്വേഷിക്കുന്ന ഭക്തന്മാർ തെരുമറൽ തെളിയ, അവരുടെ മനസ്സിൻ്റെ മയക്കം, അജ്ഞാനം, മോഹം അത് നീങ്ങാനായിട്ട് പരവുതൽ പൊരുളാക, അവർക്ക് സ്വാനുഭവം സിദ്ധിക്കാനായിട്ട്, അവരുടെ ഉള്ളിൽ അനുഭൂതി വരാനായിട്ട് അവർക്കൊരു വലിയ ഒരു ഗിഫ്റ്റ് പോലെ കൊടുത്തു. ആര് കൊടുത്തു? കരുണാകരമുനി. കൃപാമൂർത്തിയായ ഈ രമണമുനി, രമണ ആര്യൻ. ആര്യൻ എന്ന് വെച്ചാൽ ജ്ഞാനി എന്നർത്ഥം, ശ്രേഷ്ഠൻ എന്നർത്ഥത്തിൽ. രമണാരിയൻ ഉവകൈനാൽ ചൊല്ലിയത്. ഉവകൈനാൽ ചൊല്ലിയത്. ഉവകൈ എന്ന് വെച്ചാൽ എക്സ്റ്റസി, ലഹരി, ആനന്ദ ഉന്മാദം. തൻ്റെ ആനന്ദ തിമിർപ്പിൽ പറഞ്ഞ കാര്യമാണ്. ഉവകൈനാൽ ചൊല്ലിയത് ഗതിയാക, ആ പറഞ്ഞതിനെ ഒരാശ്രയമായി എടുത്തുകൊണ്ട് അരുണാചലമെന അഹമേ നിனைப்பவர். അറിവൊടും ആഴ്വാർ. അരുണാചലം എന്നുള്ളത് ആത്മാവാണെന്നുള്ള അറിവോടുകൂടെ ആഴ്ന്ന ധ്യാനത്തിൽ മുങ്ങുന്നവർ, അതാണ് ആഴ്വാർ. അറിവോടും ആഴ്വാർ. അറിവില്ലാതെയാണ് ഉറക്കത്തിലൊക്കെ പോണത്. പലപ്പോഴും മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ധ്യാനം വരുമ്പോഴും അറിവില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ലയിക്കുന്നു അതേപോലെ ഉണർന്നു വരണം. ആ ഉണർന്നു വന്നിട്ട് അതൊരു ജ്ഞാനമോ നിരന്തര അനുഭവമോ ആവുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അറിവില്ലാതെയാണ് അതിന് മുങ്ങണത്. ഇപ്പോൾ അറിവോടും ആഴ്വാർ, ആ അനുഭൂതി വരുന്നതോടുകൂടെ അറിവോടുകൂടെ ആ നിശ്ചലതയിലേക്ക് പോകുന്നവർ ശിവനുലക് ആഴ്വാർ. അവർ ശിവൻ്റെ ലോകത്തിൽ, ബ്രഹ്മലോകത്തിൽ ചക്രവർത്തികളാണെന്നാണ്. അവർ എല്ലാമും തൻ്റെ സ്വരൂപമായി കാണുന്നവരാണ് എന്ന് ഒരു പാട്ട്. ഇത് കഴിഞ്ഞ് ഭഗവാൻ എഴുതിയ ഒരു പാട്ട്. ഭഗവാൻ പിന്നീട് എഴുതി കൊടുത്തതാണിത്. അരുണാചല വരർക്ക് ഏറ്റ്. വരർ എന്ന് വെച്ചാൽ വരൻ, വധുവരൻ. അരുണാചലമാകുന്ന വരന് പറ്റിയതായിട്ടുള്ള അക്ഷരമണ മകിഴ്മാല. അക്ഷരമണ മാല, ഷാറ്റ്, അക്ഷരം കൊണ്ട് ഉള്ള ഈ മണമാല, ഈ ഹാരം, വരണമാല്യം അണിയിക്കാനായിട്ട് കരുണാകര ഗണപതിയെ, കരുണാകരനായിട്ടുള്ള ഗണപതിയെ കരമരുളിക്കാപ്പായെ ഈ വിവാഹം തടസ്സമൊന്നും കൂടാതെ നടക്കാനായിട്ട് ഗണപതിയോട് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ആത്മാവുമായിട്ട് ഐക്യപ്പെടാനായി, സാക്ഷാത്കാരം ഉണ്ടാവാനായി, സ്വരൂപാനുഭവം, എൻ്റെ സ്പിരിച്വൽ ലൈഫ് നല്ലവണ്ണമാവണം എന്നർത്ഥം. ഗണപതിയോട് അതാണല്ലോ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? എനിക്കും ആ ഒരു തൃപ്തി വരണം, ശാന്തി വരണം, സന്തോഷം വരണം, അതിനെ എനിക്ക് അനുഗ്രഹം ചെയ്യും. മുദാ കരാത്തമോദകം സദാ വിമുക്തി സാധകം. അതാണല്ലോ ഗണപതിക്ക് ലക്ഷണം. സന്തോഷമായിട്ട് കയ്യിൽ പൂർണ്ണത്തിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുദാ കരാത്തമോദകം സദാ വിമുക്തി സാധകം. വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും മഹാവാക്യം ഉപദേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലം വേണ്ട, ശ്രീകോവിൽ വേണ്ട, പൂജ വേണ്ട, മഴയും വെയിലും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഉള്ള മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഡയറ്റ് നോക്കൽ പരിപാടിയൊന്നും ഇല്ലാതെ മെലിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് യോഗ ചെയ്തിട്ട് മെലിഞ്ഞിട്ടൊന്നുമല്ല, നല്ല തൊന്തിയും വയറുമൊക്കെ ആയിട്ട് അങ്ങനെ സൗഖ്യമായിട്ട് ഇരുന്നിട്ട് ആനന്ദം കൊണ്ട്. എന്താ ഗുണ്ടായിട്ട് ഇരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ശിവപ്രേമഭുക്ത്യാ പുരുസ്ഥൂലകായം.
നമ്മളുടെ വാക്കാണത്. ആനന്ദമകരന്തത്തിലുള്ള സ്തോത്രമാണ്. ശിവപ്രേമം ഭുജിച്ചു ഭുജിച്ചു ഗുണ്ടായി എന്നാണ്. ശിവപ്രേമ ഭുക്ത്യാ പുരുസ്ഥൂലകായം. അങ്ങനെ ആനന്ദമായിട്ട് ഇരിക്കുകയാണ് നിങ്ങൾ. ഈ സത്യം, ഈ മുദാകരാത്ത ഈ മോദകം ഞാൻ തരാം, വാങ്ങിച്ചോളൂ, സ്വസ്ഥമായിട്ടിരിക്കുമെന്നാണ്. എന്ന് എവിടെ വേണമെങ്കിലും ഗുരു വേണോ അവിടെ എവിടെ ഉണ്ട് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള കരുണാകര ഗണപതിയെ കരമരുളി കാപ്പായേ. കരമെന്ന് വെച്ചാൽ കയ്യെന്നർത്ഥം, തുമ്പിക്കയ്യെന്നർത്ഥം. കരമരുളുക എന്ന് വെച്ചാൽ എനിക്ക് ഉപദേശം തന്ന് എന്നെ രക്ഷിക്കൂ, എനിക്ക് ആത്മോപദേശം തന്ന് രക്ഷിക്കൂ എന്നാണ് പ്രാർത്ഥന. ഇത്രയും പ്രാർത്ഥിച്ച് അക്ഷരമണമാല എന്ന ഈ കൃതിയിലേക്ക് പ്രവേശിക്കാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ഈ അരുണാചല നാമത്തോടു കൂടിയാണ് ഈ കൃതി ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ പാട്ട് ഭഗവാന്റെ ലൈഫാണ്. ജീവിതത്തിൽ അരുണാചലം എന്ന് സ്ഫുരിച്ചതും ഉള്ളിൽ ജീവഭാവം പോയി സാക്ഷാത്കാരുണ്ടായി, ആത്മനിഷ്ഠയുണ്ടായി. അരുണാചലമെന്ന് അഹമേ നിനൈപ്പവർ അഹത്തൈ വേറൊരുപ്പായ അരുണാചല. പുരാണവാക്യത്തിന് പ്രമാണം ഭഗവാനാണ്. പുരാണവാക്യം പറഞ്ഞു സ്മരണാത് അരുണാചലം എന്ന് പറഞ്ഞു. കാശിയിൽ മരിച്ചാൽ മുക്തി, തിരുവയ്യാറിൽ ജനിച്ചാൽ മുക്തി, ചിദംബരം ദർശിച്ചാൽ മുക്തി, അരുണാചലത്തിനെ സ്മരിച്ചാൽ മുക്തി എന്നാണ്. തിരുവാറൂരിൽ ജനിച്ചാൽ മുക്തി, കമലാലയം. അരുണാചലത്തിനെ സ്മരിച്ചാൽ മുക്തി. അതിന് പ്രമാണം തന്നെ ഭഗവാനാണ്. എവിടെയോ മധുരയിലിരുന്ന് അരുണാചലം എന്ന് സ്മരിച്ചു, അപ്പോൾ തന്നെ മുക്തനായിട്ട് തീർന്നു. അരുണാചലം എന്ന അഹമേ നിനൈപ്പവർ. അരുണാചലം എന്ന് ഉള്ളിലൊന്ന് ചിന്തിച്ചാൽ, പല വിധത്തിൽ പറയേണ്ട ഭഗവാൻ. ആ മലയെ ദൂരത്തുനിന്ന് കണ്ടാൽ വേദാന്തജ്ഞാനം ഉണ്ടാവുന്നതാണ്. ദൂരത്തുനിന്ന് 30 മൈൽ ദൂരത്തുനിന്ന് 30 കിലോമീറ്റർ ദൂരത്തുനിന്ന് കാണാം. തിരുക്കൊയിലൂർ, ഇവിടെ ചെങ്കം, ഇവിടെ നിന്നൊക്കെ കാണും നമ്മൾ ബസ്സിൽ പോകുമ്പോഴൊക്കെ. അപ്പോൾ ഉരുത്തെരി എല്ലൈ ഉற்று കണ്ണുറ്റാർ. എല്ലൈ എന്ന് വെച്ചാൽ ബോർഡർ, ഉരു എന്ന് വെച്ചാൽ രൂപം. രൂപം അറിയാം. ഡിസ്റ്റൻസിലേക്ക് പോകുന്തോറും ആ രൂപം ചെറുതായിട്ട് കാണും. ആ ചെറുതായിട്ട് കാണുന്ന ആ ഡിസ്റ്റൻസിൽ നിന്ന് കണ്ണുറ്റാർ എന്ന് വെച്ചാൽ കണ്ണിങ്ങനെ വളരെ സൂക്ഷിച്ച് നോക്കണം അരുണാചലത്തിനെ കാണാൻ. അങ്ങനെ കണ്ട് കരുത്തിനാൽ ദൂരക്കരുതിനാലുമേ. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, മട്ടാഞ്ചേരിയിൽ ഇരുന്നിട്ടോ അമേരിക്കയിൽ ഇരുന്നിട്ടോ മനസ്സുകൊണ്ട് സങ്കല്പത്തിൽ ആ ഗിരിയെ ഒന്ന് സ്മരിച്ചു. എന്ത് സംഭവിക്കും? വരുത്തമുറാതെ വരാതെ വേദാന്ത അർത്ഥവിജ്ഞാനം. ഒരുപാട് മെനക്കെട്ട് കഷ്ടപ്പെട്ടൊക്കെ സമ്പാദിക്കേണ്ടതായ ഉപനിഷദർത്ഥജ്ഞാനം വരുത്തമുറാതെ വരാതെ വേദാന്ത അർത്ഥവിജ്ഞാനം ആർക്കും ഉണ്ടാവേന്നാണ്. ആർക്കും, ആരാണെങ്കിലും അത് എങ്ങനെയുള്ള യോഗ്യതയുള്ള ആളും യോഗ്യതയില്ലാത്ത ആൾക്ക് എല്ലാവർക്കും വേദാന്തജ്ഞാനം, മഹാവാക്യജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കും എന്ന്. ഇതൊരു പുരാണവാക്യമാണ്. ആ പുരാണവാക്യത്തിനെ തമിഴിൽ ഭഗവാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു, അത്രയും. അപ്പോൾ ആ സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്, അതിൻ്റെ തമിഴാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, ഭഗവാന്റെ വാക്ക്. അപ്പോൾ അരുണാചലം എന അഹമേ നിനൈപ്പവർ അഹത്തൈ വേറൊരുപ്പായ് അരുണാചല. അരുണാചലം എന്ന് ഭഗവത് സ്വരൂപത്തിനെ, അഖണ്ഡത്തിനെ ഉള്ളിൽ സ്മരിക്കുമ്പോൾ ഈ അല്പമായ ജീവഭാവം, ഞാൻ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ സെൽഫ്, അതങ്ങോട്ട് പറഞ്ഞു പോകും. ഒരുപാട് എപ്പോഴും എൻ്റെ കാര്യം, ഞാൻ എൻ്റെ ഇതിലാണല്ലോ ഇരിക്കണത്. നമ്മളുടെ ടെൻഷൻ മുഴുവൻ ഈ ഞാനാണ്, എൻ്റെ കാര്യം,
എൻ്റെ കാര്യമൊന്നും നോക്കൂ ഗുരുവായൂരപ്പ എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഞാൻ അഖണ്ഡത്തിനെ സ്മരിക്കും തോറും ഈ അല്പത്തിന് ഇരിപ്പില്ലാതെ പോകും. ഞാനെന്നുള്ളത് അഖിലവും താനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമ. അപ്പൊ അരുണാചലത്തിനെ സ്മരിക്കുമ്പോൾ അഖണ്ഡമാണ്, ഭൂമാവാണ്, അനന്തമായ ചൈതന്യം. അത് ഉള്ളിൽ പ്രകാശിച്ചതും അഹത്തൈ വേരറുപ്പായി അരുണാചലം. ആദ്യത്തെ പാട്ട് വേര് അറുപ്പായി, അവസാനത്തെ പാട്ട് വേറ് അറ. ഒന്ന് വേര് അറുക്ക, ഒന്ന് വേറ് അറുക്ക. വേര് എന്ന് വെച്ചാൽ റൂട്ട്, മലയാളത്തിലുള്ള വേര് തന്നെ. വേറ് എന്ന് വെച്ചാൽ വേറെ, വേറെ ഭേദം. ഉള്ളില് ആ വേര് അഹങ്കാരം വേരോടുകൂടെ പറിച്ചു കളയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ വേറെ, ഞാൻ വേറെ, അവൻ വേറെ, ഇവൻ വേറെ, ഈ ഭേദത്തിന് ഇരിപ്പേ ഇല്ല. വേദാന്തത്തെ വേറ് അറ വിളങ്ങും വേദപ്പൊരുൾ അരുൾ അരുണാചല. ലാസ്റ്റിൽ വരുന്ന പാട്ടാണ്. വേദാന്തത്തിൽ ഉപനിഷത്തിലൊക്കെ അഭേദ അദ്വയ വസ്തുവായി പറയപ്പെടുന്ന ആ സത്യമാണ് അരുണാചലം. വേദാന്തത്തെ വേറ് അറ വിളങ്ങും വേദ പൊരുൾ അരുൾ അരുണാചലം. അരുൾ അരുൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ സജഷൻ എന്താണെന്ന് വെച്ചാൽ ഈ അഹന്തയ്ക്ക് ഒരുപാട് വിശ്വാസമാണ്. ഞാൻ ചെയ്യുന്ന കാര്യം ഞാനാണ്, എത്ര മെനക്കെട്ടു ഇല്ലേ. ഒരാൾ ഒരു വീട് കെട്ടണമെന്ന് തീരുമാനിച്ചു. അയാൾക്ക് ഒരുപാട് കാലം ചിന്തിച്ചു. അവസാനം പണിക്കാരെ കിട്ടിയില്ല, അയാൾക്ക് വലിയ പണമില്ല, ഒന്നുമില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അയാൾ പല സ്ഥലങ്ങളിലായി പോയി കുറച്ചായിട്ട് കല്ല് വാങ്ങിച്ചു, കുറച്ച് കല്ല് പിറക്കി കൊണ്ടുവന്നു, പിന്നെ സിമെൻറ്റ് അവരുടെ അടുത്തൊക്കെ ചോദിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അയാൾ തന്നെ കുഴിച്ചു. കുറച്ചായിട്ട് അയാളും അയാളുടെ ഭാര്യയൊക്കെ വെച്ചുകൊണ്ട് വലിയൊരു അടിത്തളം കുഴിച്ചുണ്ടാക്കി. എന്നിട്ട് ഫൗണ്ടേഷൻ കല്ലൊക്കെ അയാൾ തന്നെ ഇട്ടു. ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് പതുക്കെ ആ കെട്ടിടം കെട്ടിപ്പൊക്കി. എന്നിട്ട് വരുന്നവരോടൊക്കെ പറഞ്ഞു, നോക്കൂ എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, ഓരോ കല്ലും എൻ്റെ വേർപ്പതിലുണ്ട്, ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ അലാറം അടിച്ചു. ഉറങ്ങി എണീറ്റു. അപ്പോഴാണ് മനസ്സിലായത് ഒന്നുമില്ല, വാടക വീട്ടിലാണ് താമസിക്കണത്. അപ്പം ഇത്രയും മെനക്കെട്ടത് ആരാ? ഇത്ര വിഷമിച്ചു, വേർത്തു, ബുദ്ധിമുട്ടിയില്ലേ, ദുഃഖഭാവന ചെയ്ത ഈ ഞാൻ എണീറ്റതും അങ്ങോട്ട് കാണാതെ പോയി. അവിടെ പോയി ഇവരുടെ അടുത്ത് കല്ല് വാങ്ങിച്ചു, സിമെൻറ്റ് വാങ്ങിച്ചു, ബുദ്ധിമുട്ടി. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കലഹം, കലശല, ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം അനുഭവിച്ചു. വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ്. സ്വപ്നത്തിൽ അനുഭവിച്ചാലും ജാഗ്രതത്തിൽ ഒരു വ്യത്യാസമില്ല. എണീറ്റപ്പോൾ ആ ഞാനിനെയെ കാണാനില്ല. ഞാൻ കെട്ടിടം പോട്ടെ, ആ ഞാൻ തന്നെ ഇവിടെ ഇല്ല, അതും പോയി. അപ്പോൾ ഇങ്ങനെ കഴമ്പില്ലാത്ത ഒരു സാധനത്തിനാണ് ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും ഫോട്ടോ എടുക്കലും മുദ്ര പതിപ്പിക്കലും പാസ്പോർട്ട്, വിസ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ പാർട്ടി കാണാതെ പോകും. അപ്പോൾ ഇതിന് വാസ്തവമായിട്ടൊരു ഇരിപ്പില്ലാത്ത ഒരു കള്ളമായ സാധനം. അപ്പം ഇതിന് ഇത്രയൊക്കെ മേക്കപ്പ്, ഇത്രയും മേക്കപ്പൊക്കെ ചെയ്ത് അതിനെ ഇങ്ങനെ ഒരു ആളായിട്ട് നിർത്തുകയാണ്. അപ്പോൾ ഇത് വാസ്തവമല്ല, അത് അരുണാചലം അഖണ്ഡമായ അതിനധിഷ്ഠാനമായിട്ടുള്ള സത്യത്തിനെ അറിയുമ്പോൾ ഈ ഞാൻ, എൻ്റെ ജീവിതം, എൻ്റെ അനുഭവം, എനിക്കിത് വേണം, എനിക്കത് വേണം, ഇത് നേടണം എന്നൊക്കെ ചിന്തിച്ച് ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവശിവ. ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്ന ആള് വാസ്തവമല്ല, മറഞ്ഞുപോയി, അയാൾ ഇല്ലാതായിട്ട് പോയി എന്നാണ്.
ഇല്ലാത്തതാണത്. അത് വാസ്തവമല്ല ഈ അഹങ്കാരം. ഇത് കേൾക്കാൻ തന്നെ നല്ല സുഖം. നമ്മൾ എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഇതാവണം അതാവണം അങ്ങനെ ആവണം. അധ്യാത്മമായിട്ടുള്ളത് പോലും അവസാനം നമ്മൾ ചിരിക്കും. ഇതിനു വേണ്ടിയിട്ട് എത്ര ഒക്കെ ചെയ്ത്. ഈ ഞാൻ തന്നെ ഒരു കള്ളം. നാനേ പൊയ്, എൻ അൻപും പൊയ്, എൻ നെഞ്ചും പൊയ്. തിരുവാചകത്തിൽ മാണിക്യവാചകർ പറഞ്ഞു, ശിവന്റെ അടുത്ത് ഇവളോ കരഞ്ഞു വിളിച്ചിട്ട് അവസാനം പറഞ്ഞു, നാനേ പൊയ്, എൻ നെഞ്ചും പൊയ്, എൻ അൻപും പൊയ്. ഞാനേ ഒരു കള്ളം, എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അതും നുണയാണ്, എൻ്റെ പ്രിയം ഇതൊക്കെ പറയുന്നത് ഒക്കെ വെറുതെയാണ്. ഇത് ഞാനേ കള്ളമാണ്, ഞാനേ നുണയാണ്, ഒക്കെ പോയി. അപ്പോൾ അരുണാചലം സത്യം, ആത്മാ സത്യം, ശുദ്ധ ചൈതന്യം സത്യം. അതുകൊണ്ടാണ് സത്യത്തിനെ സുഷുപ്തിയിൽ കാണിച്ചു തരുന്നത്. ഭഗവാന് മരണാനുഭവത്തിൽ കണ്ടു. നമ്മളോട് മരണാനുഭവത്തിൽ കാണുമെന്ന് പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ ഒരു സ്റ്റേറ്റ് നമുക്ക് പ്രതിദിനമുണ്ട്, ഡീപ്പ് സ്ലീപ്പ്. ഉപനിഷത്തൊക്കെ അതിനെയാണ് പറയണത്, അവിടെ കാണുമെന്നാണ്. ഇതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസാണ് മരണാനുഭവം. പക്ഷേ എല്ലാവർക്കും സാമാന്യമായ ഒരു എക്സ്പീരിയൻസാണ് ഡീപ്പ് സ്ലീപ്പ്. എവറി ഡേ യു ഗെറ്റ് ഇറ്റ്, വേർ യു ഫൈൻഡ് ദ ഈഗോ കംപ്ലീറ്റ്ലി വാനിഷിങ്. അഹങ്കാരം മറഞ്ഞു പോകൂ. അവിടെ ഒരു സുഖമിരിക്കുന്നത് കാണുന്നു. അതിനെ നല്ലവണ്ണം നിധിധ്യാസനം ചെയ്താൽ തന്നെ സാക്ഷാത്കാരം ഉണ്ടാവും, ജ്ഞാനുണ്ടാവും. അത്ര മതി. അതിനെ അനുസന്ധാനം ചെയ്താൽ, ചിലർക്കൊക്കെ ധ്യാനം ചെയ്ത് ജപം പഞ്ചാക്ഷരം മറ്റുമൊക്കെ ജപിക്കുമ്പോൾ സുഷുപ്തിയിലെ ആ ചിത്ത് അസ്തിത്വം, അതിൻ്റെ ദർശനം ഉണ്ടാവും. അത് മതി. അതാണ് സാക്ഷാത്കാരം. അഹന്തയില്ലാത്ത അവസ്ഥ, ശരീരാദികളില്ലാത്ത, ഉപാധിയില്ലാത്ത പൂർണ്ണ ചൈതന്യത്തിൻ്റെ പ്രകാശം, അസ്തിത്വം, അത് ഉള്ളിൽ അറിഞ്ഞു കഴിയുമ്പോൾ അഹത്തൈ വേരറുപ്പായ അരുണാചല. അരുണാചലം എന്ത് ഉപകാരം ചെയ്തു? ഈ അഹങ്കാരത്തിനെ നിശേഷം അങ്ങട് ഇല്ലാതാക്കി തീർത്തുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അരുണാചലം എന്ന് സ്മരിച്ചതേ ഉള്ളൂ, ഞാനില്ല. അപ്പോൾ അരുണാചലത്തിൻ്റെ സാന്നിധ്യം എന്തിനാണ്? ഒരു ഉയർന്ന സന്നിധിയിൽ ഈഗോ ഡിസപ്പിയേഴ്സ്. അത് ലൈറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇരുട്ട് പോണ പോലെ. ഭഗവാന്റെ അടുത്ത് പോകുമ്പോഴും അങ്ങനെയാണ്. ഭഗവാന്റെ സന്നിധിയിൽ പോയവർക്ക് എന്ത് ലാഭം? അവരൊന്നും പലരും ആത്മവിചാരമൊന്നും ചെയ്തില്ല. മുരുകനാർ, കുഞ്ഞസ്വാമിയൊക്കെ തന്നെ പറയും, അവരൊന്നും സ്പെഷ്യൽ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല. അവർ ആ സന്നിധിയിൽ പോയതുമേ അത് ബ്രഹ്മമാണ് ഇരിക്കണത്. ബ്രഹ്മത്തിനെ അറിഞ്ഞ ഒരാളല്ല, ബ്രഹ്മമാണ്. അപ്പം ആ സന്നിധിയിൽ സത്യം പ്രകാശിക്കണോ, അത് അവർ റിഫ്ലക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. പയിലും തലമെതുവോ കൊലൈ പയിൽ വിത്തവർ എവരോ. മുരുകനാർ പറയാണ്, ബ്രാഹ്മണര് കരുണയോടെ ഇരിക്കണം, ദയയോടെ ഇരിക്കണം എന്നൊക്കെ ശാസ്ത്രം പറയണു. ഈ അന്തണർ കുലത്തിൽ ജനിച്ചിട്ട് ഈ കശാപ്പ് കട എന്തിനാ നടത്തണമെന്ന് ചോദിച്ചു. ഇങ്ങനെ ആളെ ഇല്ലാതാക്ക, ആളില്ലാതായി, ജീവഭാവം ഇല്ലാതായി, ഞാൻ എന്നുള്ള അഹങ്കാരം വാസ്തവമല്ലാതെ മറഞ്ഞുപോയി. ശാപാനില തന്താൻ ഒരു പാട്ടിൽ മുരുകനാർ പറയണു. എന്താ ഭഗവാൻ തന്നതെന്ന് വെച്ചാൽ ചാവ് ഇല്ലാത്ത, മരണമില്ലാത്ത സ്റ്റേറ്റ്, ആ സ്ഥിതി എനിക്ക് തന്നു. ഒരു ക്ഷണനേരം ദർശനത്തിൽ തന്നെ ഉള്ളിൽ യു ഫീൽ ഇൻറ്റ്യൂട്ടീവ്ലി ഹിയർ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. ഒരു ജീവൻ മുക്തനെ കാണുമ്പോൾ നമ്മൾക്ക് ബുദ്ധിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഹൃദയത്തിന് അറിഞ്ഞു, അവിടെ നടന്നിരിക്കണം, ഇറ്റ് ഈസ് പോസിബിൾ, സാധിക്കും. ഒരു വിശ്വാസം വന്നു. ആ വിശ്വാസമാണ് സാക്ഷാത്കാരത്തിൻ്റെ ബീജം, ജ്ഞാനത്തിൻ്റെ ബീജം, അനുഭൂതിയുടെ ബീജം. അതേപോലെ ദേവതകളൊക്കെ തന്നെ അതിനാണ്. അമ്പലങ്ങളിൽ വിഭൂതി സ്ഥലങ്ങൾ, അരുണാചലം ഒരു വിഭൂതിയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ വിഭൂതി എന്ന് പറയുന്നത് സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ. മനുഷ്യരിൽ എങ്ങനെ ജീവൻ മുക്തന്മാരും ജ്ഞാനികളുണ്ടോ അതേപോലെ പ്രകൃതിയിൽ ചില വിഭൂതികൾ. ആ വിഭൂതി ഇതേ പ്രയോജനം ഉണ്ടാവണം. ഒരു ഗുരുവിൻ്റെ അടുക്കൽ പോയാൽ എന്തോ, അതുകൊണ്ട് തന്നെ പലരും നമുക്ക് രമണ മഹർഷിയെ കണ്ടില്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അരുണാചലം കാണുന്നുണ്ടല്ലോ. മഹർഷിക്ക് ആര് ഗുരു എന്ന് മഹർഷി വിളിച്ചു, ആ ഗുരു കാലാകാലം ശാശ്വതമായിട്ട് അവൈലബിൾ ആണ്.
പരമഗുരു അവൈലബിളാണ്. അത് പ്രയോജനപ്പെടണം. ഭാവം കൊണ്ടാണ് പ്രയോജനപ്പെടുക. ഗുരുവും ദൈവവും ഒക്കെ ഭാവത്തിലാണ്. എത്ര കണ്ട് ഭാവമുണ്ടോ അത്ര കണ്ട് പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഭാവത്തിന് ഒരു കേട് വരുത്തരുത്. ഉള്ളിലുള്ള ഭാവത്തിന്, ഭക്തി എന്ന് പറയുന്നത് ഭാവമാണ്. ആ ഭാവമാണ് നമുക്ക് പരമപ്രയോജനം ചെയ്യണത്. വേണ്ടാതെ അനലൈസ് ചെയ്താൽ നമുക്ക് തന്നെ ദൂഷ്യമുണ്ടാവും. അപ്പോൾ ഭഗവാൻ ആ ഭാവത്തിൽ അരുണാചലത്തിൽ വന്നു സാക്ഷാത്കാരം ഉണ്ടായി. അതിനെയാണ് ഇവിടെ പറയണത് അരുണാചലമെന അഹമേ നിനൈപ്പവർ. ഇതിന് മറ്റൊരർത്ഥം അരുണാചലം അഹമേ എന നിനൈപ്പവർ എന്ന് പറയും. ഇത് ഭഗവാൻ തന്നെ ഇങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അരുണാചലം എന്താന്ന് വെച്ചാൽ ഉള്ളിൽ ഞാൻ എന്ന് ഏതൊന്ന് സ്ഫുരിക്കുന്നു അത് അരുണാചലമാണ്. ത്വയി അരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനം ഏതത് ചിത്രം ഹൃദി അഹമിതി നൃത്യസിഭോഹോ തേ വദന്തി ഹൃദയം നാമ. അരുണാചല പഞ്ചരത്നം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ 5 ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ബ്രഹ്മസൂത്രത്തിലെ ലക്ഷണസൂത്രമാണ്. 2ാമത്തെ സൂത്രമാണ് ഭഗവാനുടെ ഈ പഞ്ചരത്നത്തിൽ പറയുന്നത്. ഉദിച്ച് നിന്ന് അടങ്ങുക. ഭാഗവതത്തിൽ ജന്മാദ്യസ്യയതാ എന്ന് പറയുന്ന കാര്യം. ത്വയി അരുണാചല സർവം ഭൂത്വ. ഹേ അരുണാചല, നിന്നിൽ എല്ലാം ഉദിക്കണം, നിന്നിൽ എല്ലാം നിൽക്കണം, നിന്നിൽ എല്ലാം ലയിക്കണം. എവിടെ ഈ നീ? ഹൃദി അഹമിതി, ഹൃദയത്തിൽ ഞാൻ എന്ന് ഉള്ള അനുഭവസ്വരൂപമായി പ്രകാശിക്കുന്നു. അഹം വൃത്തിയായിട്ടും കാണപ്പെടുന്നു. അഹം വൃത്തി അനുഭവത്തിൽ ഉദിച്ച് നിന്ന് അടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അനുസ്യൂതം. സുഷുപ്തിയിലും അറിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഞാൻ ആരെന്ന് വിചാരം പോലും ചെയ്യേണ്ട. സ്റ്റില്ലായിട്ടിരുന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. there are vast moments where there is no I. അഹങ്കാരമില്ലാത്ത ഒരുപാട് ടൈമുണ്ട്, ഒരുപാട് ഡ്യൂറേഷൻ ഉണ്ട്. ഞാനെന്നുള്ള വൃത്തിയേ ഇല്ല. എന്തോ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഒന്നുമില്ല അവിടെ, വൃത്തിയൊന്നുമില്ല, അഹം വൃത്തിയൊന്നുമില്ല. അശുദ്ധ ചൈതന്യമേ ഉള്ളൂ. അപ്പോൾ ആ അഹം വൃത്തിയെ നിങ്ങൾ അന്വേഷിക്കുക പോലും വേണ്ട. നോക്കുമ്പോൾ അഹം വൃത്തി ഉദിക്കണു, നിൽക്കണു, അടങ്ങുന്നു. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നീ ഞാൻ ഉദിക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് അടങ്ങിപ്പോകും. അത് ഉദിക്കുകയും നിൽക്കുകയും അടങ്ങുകയും അല ഉണ്ടാവുന്ന പോലെ കടലിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൃദി അഹമിതി നൃത്യസി. ഹൃദയത്തിൽ ഞാനെന്ന് അരുണാചല നീ നൃത്തം ചെയ്യുന്നു. ആ നൃത്തത്തിന് അതാണ് ശിവന്റെ നടനം, അതാണ് മുദ്ര. ചിദംബര നടം ഹൃദി ഭജേ. ചിദാകാശത്തിൽ ശിവൻ എങ്ങനെ അഹം ഇതി ഭദ്രയാ മുദ്രയാ, ഒരു മംഗളമായ മുദ്രയായിട്ട് ഉള്ളിൽ നൃത്തം ചെയ്യുന്നു, സ്ഫുരിക്കുന്നു, സ്പന്ദിക്കുന്നു. അത് അരുണാചലം അഹമേ. ഈ അഹം എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ എന്നുള്ള ആ ചൊല്ലിന് പൊരുൾ ബ്രഹ്മമാണ്, ആത്മാവാണ്, ശിവനാണ്, ചൈതന്യമാണ് എന്ന് അറിയുമ്പോൾ നിനൈപ്പവർ എന്ന് വെച്ചാൽ ഈ അറിവ് നിനൈപ്പ് കൊണ്ട് എന്ന് വെച്ചാൽ ചിത്തവൃത്തികൾ കൊണ്ട് വൃത്തിജ്ഞാനം വരണം. കേവല സ്വരൂപജ്ഞാനം അജ്ഞാന വിരോധിയല്ല എന്നാണ് ശാസ്ത്രം പറയാം. സ്വരൂപജ്ഞാനം എല്ലാവർക്കും ഉണ്ട്. സ്വരൂപം ഞാനുണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. അതിനെ മനസ്സുകൊണ്ട് മനസൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന. മനസ്സിനെ അതിലിട്ട് തദ്ബുദ്ധയ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണ. മനസ്സിനെ അതിൽ തിരിച്ചു വെച്ച് അതിനെ മനസ്സ് അബ്സോർബ് ചെയ്യും തോറും മനസ്സിലാണല്ലോ അജ്ഞാനം കിടക്കുന്നത്, മനസ്സിലാണല്ലോ അവിദ്യ കിടക്കുന്നത്. മനസ്സിലാണ് ഞാൻ ഇന്നവനെന്നും അവൻ ഇന്ന ആളെന്നും അത് ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ല എന്നും ഇങ്ങനെ പലതരത്തിലുള്ള ഐഡിയാസ് കിടക്കുന്നത്. അതൊക്കെ തൂത്തുവാരപ്പെടും. ഈ തൂത്തുവാരലാണ് അവധൂനന പ്രക്രിയ. ആ തൂത്തുവാരിയ ആളാണ് അവധൂതൻ. ഈ സത്യം അറിഞ്ഞവൻ അവധൂതനാണ്. അവധൂതൻ ഇതൊക്കെ തൂത്തുവാരിക്കളഞ്ഞ ആളാണ്. ഉള്ളിൽ സ്വീപ്പ് ക്ലീൻ, കംപ്ലീറ്റ് സ്വീപ്റ്റ് അവേ.
അതാണ് ഉള്ളിൽ ആ രാഗദ്വേഷങ്ങൾ, നാമരൂപങ്ങൾ, വാസനകളൊക്കെ നീക്കി ഞാൻ എന്നുള്ള വൃത്തിയും അടങ്ങിപ്പോയി കർപ്പൂരം കെട്ടുപോകുന്ന പോലെ ഈ വൃത്തിജ്ഞാനവും അടങ്ങിക്കഴിയുമ്പോൾ ശുദ്ധമായ ചിത്ത്, ആകാശം അവിടെ അവശേഷിക്കുന്നു. അതാണ് വേരറ്റുപോയി, അഹന്ത വേരറ്റുപോയി എന്ന് വെച്ചാൽ അഹന്ത ഉണ്മയാണെന്നുള്ള ഭ്രമം പോയി എന്നർത്ഥം. അത്രയേ ഉള്ളൂ. വേര് അജ്ഞാനമാണ്. അവിദ്യാസ്മിത രാഗദ്വേഷ അഭിനിവേശാഹ ക്ലേശാഹ. പതഞ്ജലി പറഞ്ഞു അവിദ്യ, അതിൽ നിന്നും അസ്മിത ഞാനെന്നുള്ളത്, പിന്നെ രാഗദ്വേഷം, പിന്നെ ജീവിക്കാനുള്ള പ്രബലമായ ആഗ്രഹം, ഇതൊക്കെ കൂടിയിട്ടാണ് ക്ലേശം എന്ന് പറയുന്നത്. അപ്പോൾ മൂലം എന്താ? അവിദ്യ. ഈ അവിദ്യ പോയി കഴിയുമ്പോൾ ഞാൻ ഉണ്മയാണ് എന്നുള്ള ഭ്രമം പോയി. പ്രപഞ്ചം, കാണുന്ന ലോകം ഉണ്മയാണെന്നുള്ള ഭ്രമം പോയി. ഇന്ദ്രിയവേദ്യമായ ലോകത്തിൻ്റെ ഉണ്മയെക്കുറിച്ചുള്ള വിഭ്രാന്തി ഉള്ളിന്ന് പോയി. അപ്പോൾ വളരെ ലാഘവം വന്ന് ചേർന്നു ഉള്ളിൽ. ലഘുത്വം, ലഘിമ എന്ന് പറയുന്ന സിദ്ധി വന്നു. ലഘിമ എന്ന് പറയുന്ന സിദ്ധികളെക്കുറിച്ച്, അഷ്ടസിദ്ധിയെക്കുറിച്ച് നോക്കിയാൽ ലഘിമ എന്ന് പറഞ്ഞാൽ ആൾ പഞ്ഞി പോലെ വെയിറ്റ് ഇല്ലാതായി. സത്സംഗത്തിന് ഇരിക്കാൻ പറ്റുമോ? പറന്നു പോകും. അടുത്തിരിക്കുന്ന ആളൊന്ന് തുമ്മിയാൽ മതി, തെറിച്ചു പോകും അല്ലേ? അപ്പം അത് സിദ്ധിയല്ല. അപ്പം അങ്ങനത്തെ സിദ്ധി കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ ലഘിമ എന്താണെന്ന് വെച്ചാൽ സത്യം അറിയുന്നത് കൊണ്ട് ലൈഫിൽ വരുന്ന ലൈറ്റ്നെസ്സാണ് ലഘിമ. ഗരിമ എന്താണെന്ന് വെച്ചാൽ സത്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ട് വരുന്ന ധൈര്യമാണ് ഗരിമ. തൻ്റെ ജീവിതത്തിൽ തൻ്റെ കർമ്മത്തിനെ സ്വാംശീകരിക്കുന്നതാണ് ഈശിത്വം. സത്യജ്ഞാനം കൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ വശംവദമായിട്ട് തീരുന്നതാണ് വശിത്വം. അണിമ, അതീവ സൂക്ഷ്മമായിട്ടുള്ള അണിമ എന്താണെന്ന് വെച്ചാൽ വളരെ അപൂർവമായൊരു സിദ്ധിയാണ്. ഒരു സത്യം അറിഞ്ഞ ആൾക്ക് ആവശ്യമില്ലാത്ത ആളുകളുടെ കണ്ണിലൊന്നും പെടാതിരിക്കണം എന്ന് തോന്നും. അത് ഈശ്വരൻ അനുഗ്രഹിച്ചു കൊടുത്ത അണിമയായി. വേണ്ടാത്ത കണ്ണിലൊന്നും പെടരുത്, താൻ സുഖമായിട്ട് ഇരുന്നോളാം. ഇതൊക്കെ എൻ്റെ വ്യാഖ്യാനമാണെന്നർത്ഥം, അവരെവിടെയും കാണില്ല. അണിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി. ആത്മസാക്ഷാത്കാരത്തിൻ്റെ ദാർഢ്യമാണ് പ്രാപ്തി. ഭൂമികാലാഭമാണ് പ്രാപ്തി. ഇനി എന്താ ബാക്കിയുള്ളത്? പ്രാകാമ്യം. പ്രാകാമ്യം ആഗ്രഹസിദ്ധിയല്ല, ആഗ്രഹമില്ലായ്മയാണ്. ഡിസേഴ്സൊക്കെ പോയി. പ്രാകാമ്യം. അപ്പോൾ സ്യാദ് ഈശ്വരത്വം, അഷ്ടമഹാസിദ്ധികൾ, ഐശ്വര്യങ്ങളൊക്കെ വരുന്നു പറയുന്നത് ഇങ്ങനെയാണ്. ആ ജ്ഞാനത്തിൻ്റെ ബലം കൊണ്ട് പലതും വരാം, എന്ത് വേണമെങ്കിൽ സാധിക്കാം. ഇപ്പം നമ്മൾ ആകാശത്തിൽ പ്ലെയിനിൽ പറക്കണു, കടലിൽ പോകുന്നു, വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്നു, എന്തൊക്കെയോ ചെയ്യണു. അമേരിക്കയിലുള്ളവരെ കാണുന്നു, ചന്ദ്രനിൽ പോയ ആളെ കാണുന്നു. എന്ത് വിശേഷം ഉണ്ടായി? ഒരു വിശേഷം ഉണ്ടായില്ല. രാഗദ്വേഷമൊക്കെ അതേപോലെ ഇരിക്കണു. ബുദ്ധിമുട്ടുകളൊക്കെ ഇത്തിരിയും കൂടെ കൂടി എത്രയേ ഉള്ളൂ, ഒന്നും കുറഞ്ഞില്ല. അപ്പോൾ നമുക്ക് വേണ്ട സിദ്ധി ജ്ഞാനമാണ്. സിദ്ധമായി ഉൾപൊരുളை തേർന്നിരുത്തൽ സിദ്ധി. നിത്യസിദ്ധമായ ആത്മാവിനെ വിചാരം കൊണ്ട് തെളിഞ്ഞ് അറിഞ്ഞ് നിശ്ചയം വന്ന് നല്ല ഉറപ്പ് വന്ന് ദൃഢനിശ്ചയ. ആ ദൃഢനിശ്ചയമാണ് യോഗത്തിൻ്റെ ലക്ഷണം. സത്യദർശിയുടെ മഹാസിദ്ധി എന്ന് പറയുന്നത് അതാണെന്ന് പറഞ്ഞു ഭഗവാൻ. പിറസിദ്ധിയെല്ലാം സ്വപ്നമാണ് സിദ്ധികളെ. ബാക്കി മാജിക്കൊക്കെ ഉണ്ടല്ലോ, വെറും സ്വപ്നമാണ്. ആ സിദ്ധികളുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? വെറുതെ ആളുകളെ വിസ്മയിപ്പിക്കാം. സിദ്ധൻ്റെ സിദ്ധികളൊക്കെ സിദ്ധന് പ്രയോജനപ്പെടില്ല. കാണുന്നവർ ആഹാ എന്ന് പറയുന്നല്ലാതെ സിദ്ധന് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഉള്ളിലെ ശാന്തി, സമാധി. യോഗിയിൽ കാണുന്ന ഏറ്റവും വലിയ സിദ്ധിയാണ് സമാധി. നിർവികൽപ്പമായ സ്ഥിതി, നിശ്ചലത, അത്യപൂർവമായ ആ തീർത്ഥം, അതാണ് തീർത്ഥം. ആ തീർത്ഥത്തിനെ അനുഭവിക്കാൻ ദേവതകളൊക്കെ യോഗികളുടെ കൂടെ നടക്കുന്നു. ജീവൻ മുക്തന്മാരുടെ കൂടെ ദേവതകളൊക്കെ നടക്കുന്നു. എന്തിനാ? ആ നിർവികൽപ്പസ്ഥിതി കണ്ടിട്ടാണ്.
ഭഗവാന്റെ അടുത്ത് വൈകുണ്ഠവാസർ എന്നൊരു അറ്റൻഡൻ്റ് ഉണ്ടായിരുന്നു. ചിലർ ഭഗവാന്റെ അടുത്തിരുന്ന് കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഭഗവാന് ഉറക്കമൊന്നുമില്ല. എന്നാൽ ഉറങ്ങില്ലേ എന്ന് വെച്ചാൽ ഉറങ്ങും, ശരീരം ക്ഷീണിച്ച് ഉറങ്ങും അങ്ങനെ. പക്ഷെ കിടക്കണ പതിവേ ഇല്ല. സാധാരണ ഒരു ചില മഹാത്മാക്കളൊക്കെ പറയേ, സാധുവിന് എന്നുവെച്ചാൽ ഭക്തന് അല്ലെങ്കിൽ സാധകൻ സിദ്ധന് കിടക്കയില്ല, ആസനമേ ഉള്ളൂ. അയാളുടെ റൂമിൽ കിടക്കയ്ക്ക് സ്ഥാനമില്ല, അത്ര ബെഡല്ല, സീറ്റാണ്. അപ്പോൾ ഇരിക്കലാണെന്നാണ് അധികവും. അപ്പോൾ ഭഗവാൻ അങ്ങനെ ആയിരുന്നു, അധികവും ഇരിക്കലായിരുന്നു. അങ്ങനെ മലന്ന് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ഇപ്പോഴൊക്കെ ഞങ്ങൾ വരുമ്പോഴൊക്കെ അരുണാചലത്തിൽ തണുപ്പാണ്, നല്ല തണുത്ത കാറ്റടിക്കും. അപ്പോൾ ഈ വൈകുണ്ഠവാസന വാതിലടയ്ക്കും രാത്രിയാവുമ്പോൾ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കതവ് ശാത്താതെ, രാത്രിയും വാതിൽ അടയ്ക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വരും രാത്രി. ചിലപ്പോൾ ആരും വരും, ചിലപ്പോഴൊക്കെ 2 മണിക്കൊക്കെ ആളുകൾ വന്ന് ഇറങ്ങി കാണാനൊക്കെ വരും. വൈകുണ്ഠവാസർ പറഞ്ഞു, ഒരു ദിവസം രാത്രി ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പ്രകാശപൂരിതമായ ആരൊക്കെയോ നിൽക്കുന്നതൊക്കെ ദർശിച്ചു നോക്കും. ഭഗവാന്റെ അടുത്ത് പറഞ്ഞു അത്ര, ഇങ്ങനെ കണ്ടുവല്ലോ, ഭ്രമയാണോ? ഓ പാത്തൂട്ടിയാണോ ചോദിച്ചത്ര, കണ്ടുവോ ചോദിച്ചത്ര. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാമെന്നാണ് മുക്തപുരുഷന്മാരുടെ സന്നിധിയിൽ. അതുമൊക്കെ ബുദ്ധൻ്റെ കഥയിലൊക്കെ വരുന്നുണ്ട്. മധ്യമനിക്കായത്തിൽ മജ്ജിമനിക്കായ എന്നാണ്. ആ നല്ല രസമാണ് അത് വായിച്ചുകൊണ്ട് വരാൻ. ഇപ്പോൾ ഭഗവാൻ രാജഗൃഹത്തിൽ താമസിക്കുന്നു, ഇപ്പോൾ കൗശാംബിയിൽ താമസിക്കുന്നു, ഇപ്പോൾ ആരുടെയോ ഒരു തോട്ടത്തിൽ വേണുവനത്തിൽ താമസിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് തുടങ്ങാതെ. അപ്പോൾ അതിലൊക്കെ പറയും ദേവതകൾ വന്നു, ഇന്ദ്രൻ വന്നു, അവർ വന്നു, ഇവർ വന്നു എന്നൊക്കെ ഒരുപാട് കഥ വരും. ഇപ്പോൾ ആളുകൾ ഈ ബുദ്ധിസത്തിന് പ്രസൻറ്റ് ചെയ്യുന്നത് എന്തോ മോഡേൺ യോഗ ടീച്ചറായിരുന്നു ബുദ്ധ എന്ന് തോന്നും. പക്ഷേ ബുദ്ധൻ്റെ പൂർവ്വകൃതികളൊക്കെ നോക്കുമ്പോൾ ഈ ദേവതകളൊക്കെ വരുന്നു, ഇവർ വരുന്നു, സിദ്ധന്മാർ വരുന്നു. പിന്നെ ഇപ്പോൾ ആളുകൾ പ്രചരിപ്പിക്കുന്നത് ബുദ്ധൻ ഈ വർണ്ണാശ്രമധർമ്മത്തിനെയൊക്കെ എതിർത്തു, അങ്ങനെ എതിർത്തു എന്നൊക്കെയാണ്. ബുദ്ധൻ പറഞ്ഞു ഉത്തമ ബ്രാഹ്മണൻ ആരാണ്, ബ്രാഹ്മണൻ്റെ ലക്ഷണം എന്താണ്, ബ്രാഹ്മണൻ എങ്ങനെയൊക്കെ ഉള്ള ആളാണ് ബ്രാഹ്മണൻ എന്നുള്ളത്, ശ്രമണൻ ബ്രാഹ്മണൻ എന്ന് ഒരുപാട് ഭാഷ്യം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒറിജിനൽ ഗ്രന്ഥം നോക്കിയാൽ ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അവരുടെ കഥയിലൊക്കെ തന്നെ ഈ ദേവതകൾ വരിക, അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട്. വരുമെന്നോ എന്നൊക്കെ പറയും. എന്തായാലും ഈ സത്യം അറിഞ്ഞ ആളെ, സത്യം അറിയാനായിട്ട് വരുന്നവർ എവിടുന്ന് വേണമെങ്കിലും വരാം. ദേ ക്യാൻ ലാൻഡ് ഫ്രം എനി പ്ലേസ്, എവിടുന്ന് വേണമെങ്കിലും വരാം, ഏത് സ്ഥലത്തു നിന്നുള്ള ആളുകൾ വേണമെങ്കിലും വരാം. ചിലപ്പോൾ മൃഗങ്ങൾക്കും വേണ്ടി വരും, ഇല്ലേ? ഇപ്പോൾ ലക്ഷ്മി പശു ഉണ്ടായിരുന്നു, അവർക്കും വേണ്ടി വരും. ഞാനും അവരുമൊക്കെ ഭഗവാന്റെ അടുത്ത് വളരെ അടുപ്പമുള്ളവരായിരുന്നു. ഞാൻ കുറേ കാലം, 1 വർഷം മൗനത്തിലിരുന്നു 2009 കാലത്ത്. അപ്പോൾ പാലക്കാട് തന്നെയായിരുന്നു, തിരുവണ്ണാമലയ്ക്ക് പോലും പോയില്ല ആ സമയത്ത്. ഒരു 9 മാസം എവിടെയും പോയില്ല. നമുക്ക് ഈ സത്സംഗം ഇങ്ങനെ പറയുക, ഇത് ധ്യാനമാണ്, നമ്മുടെ തപസ്സാണ്. അപ്പം തനിച്ച് ഏകാന്തമായിട്ട് വില്വ തീർത്തും പുറകുവശത്ത് വില്വ വൃക്ഷമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്, കുറച്ച് കാട് പോലെ. അവിടെ ഇരുന്ന് ഒരു ദിവസം കണ്ണടച്ച് ഈ എന്തൊക്കെയോ ഭാഗവതമോ ഗീതയോ വേദാന്ത വിഷയങ്ങൾ എന്താണെന്നിപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അതൊക്കെ ഇങ്ങനെ ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്നൊരു പ്രസൻസ് തോന്നി. ചുറ്റും കാടാണ്, ആരുമില്ല. കാടെന്ന് വെച്ചാൽ വീട്ടിന് പുറകുവശമാണ്. അവിടെ ആ വശത്ത് ഇങ്ങടേക്ക് മുഴുവൻ വയലാണ്, വീടുകളൊന്നുമില്ല. ഒരു പ്രസൻസ് തോന്നി. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സ്കൂൾ പിള്ളേരിരിക്കണ പോലെ 2 കീരി മുമ്പിലിരിക്കണം. 2 കീരി ഇരിക്കുന്നുണ്ട്, സ്കൂളിൽ കുട്ടികളിരിക്കണ പോലെ. അപ്പോൾ നമുക്ക് ആരും കിട്ടിയില്ല എന്നില്ല.
രണ്ടാളെ കിട്ടി. മനുഷ്യരോട് സംസാരിക്കണില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണം ഈ വിദ്യ. ഈ വിദ്യ മരം, ചെടികൾ ആരും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ കേട്ടോളും. ഇപ്പോഴൊക്കെ ഈ യൂട്യൂബിലൊക്കെ വരണ്ടേ ബ്രഹ്മസൂത്രം പറഞ്ഞതും കഠോപനിഷത്ത്, ഈശാവാസ്യോപനിഷത്ത്, ഇതൊക്കെ തമിഴ് പ്രഭാഷണം വരണ്ട. അതൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ സഭയാണെന്ന് വിചാരിക്കും. 1000 പേര് 2000 പേരുടെ സഭയും ഉണ്ടാവും, അതിൽ സംസാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ പ്രഭാഷണമൊക്കെ വളരെ പതുക്കെ ശാസ്ത്രം വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള പ്രഭാഷണമാണ്. ചിലപ്പോൾ 4 പേര് 5 പേരൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 10 പേരുണ്ടാവും, 15 പേരുണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവും. അതൊന്നും വിഷയമല്ല. നമ്മളുടെ ആനന്ദമാണത്, നമ്മളുടെ തൃപ്തിയാണത്. വൈദ്യന് ഒരു രോഗി വന്നാലും ശരി 1000 രോഗികളുടെ വൈദ്യം നടക്കും. അതുപോലെയാണ് ഈ വിദ്യ. അപ്പം ഈ വിദ്യ പരമാർത്ഥ വിദ്യ, അത് ആത്മാവാണ് വിഷയം, ആത്മാവാണ് അരുണാചലം, ആത്മാവാണ് ഈശ്വരൻ എന്നറിയുമ്പോൾ ഈശ്വരൻ എന്ന് ഞാൻ അന്വേഷിച്ചു പുറത്തു പോയ ആ വസ്തു എന്നിൽ ഞാനായി എൻ്റെ തന്നെ സ്വരൂപമായി പ്രകാശിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് സാക്ഷാത്കാരം. അത് വരുമ്പോൾ ഞാനുമില്ല, നീയുമില്ല, അവനുമില്ല. അഹത്തൈ വേററുപ്പായി ജീവഭാവം പോയി. ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ജീവഭാവം, അതാണ് സാക്ഷാത്കാരം അല്ലേ. ജീവഭാവം പോയി, അത് ഉണ്മയാണെന്നുള്ള ഭ്രമം ഉള്ളിന്ന് പോയി. ഇതാണ് അരുണാചലേശ്വരൻ ചെയ്യുന്ന പരമാനുഗ്രഹം. ശിവം എന്ന് പറയുന്നത് എന്താണ്? ഉപനിഷത്ത് പറഞ്ഞു, നാന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോഭയതപ്രജ്ഞം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം അഗ്രാഹ്യം അലക്ഷണം അവ്യവഹാര്യം അലക്ഷണം അചിന്ത്യം അവ്യപദേശം ഏകാത്മപ്രത്യയസാരം. രണ്ടാമതൊന്നുമില്ല. ഏകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തെ സ ആത്മാ സവിജ്ഞേയ. അതാണ് ആത്മ ഏക ആത്മപ്രത്യയസാരം. ഒരു ചേഞ്ച് ഇല്ലാത്തതായ ഒരേ ബോധമാണ്, സത്തയാണ് അതിൻ്റെ അവശേഷിക്കുന്ന രസം. ഒരേ ആത്മാവാണെന്നുള്ള ടേസ്റ്റ്, ആ അനുഭവം. പ്രപഞ്ച ഉപശമരൂപമായ ശാന്തമായ ശിവം എന്ന് പറഞ്ഞു, അദ്വൈതമായ ശിവം. അതാണ് ഞാൻ എന്നറിഞ്ഞു. മാണിക്യവാചകർ പറഞ്ഞു, ഞായി ശിവികൈ ഏത്ത് വിത്ത്, അതിന് ചിത്തമലം അറിവിത്ത് ശിവമാക്കി എനയാണ്ട് അത്തൻ എനക്കരുളിയവാർ യാർ പെരുവാറച്ചോവേ. തിരുവാചകത്തിൽ ആഹാ ആർക്ക് കിട്ടും എന്നാണ്. ഒരു നായിനെ പിടിച്ച് സിംഹാസനത്തിൽ ഇരുത്തിയ പോലെ എൻ്റെ യോഗ്യതയൊന്നുമല്ല എന്നാണ്. ചിത്തമലം അറിവിത്ത്, ഉള്ളിലുള്ള ഈ ജീവഭാവത്തിനെ ഞങ്ങൾ നീക്കം ചെയ്ത് ശിവമാക്കി എനയാണ്ട്, എന്നെ ശിവമാക്കി തീർത്തു എന്നാണ്. ഞാൻ തന്നെ ശിവമായിട്ട് തീർന്നു. ശിവമാക്കി എനയാണ്ട് അത്തൻ എനക്കരുളിയവാറ് യാർ പെരുവാർ അച്ചോവേ. അച്ചോവേ എന്ന് പറഞ്ഞാൽ തമിഴിൽ ഇങ്ങനെ അച്ചോ എന്ന് പറയും. മലയാളത്തിൽ ഇപ്പം എന്താ പറയുക, ഒരു എക്സ്ക്ലമേഷനാണ്, ആശ്ചര്യമാണ്. ഓ എന്ന് പറഞ്ഞേ യാർ പെരുവാർ അച്ചോവേ. ഇങ്ങനെ ആർക്ക് കിട്ടും ഇങ്ങനെ ഒരു ഭാഗ്യം എന്നാണ്. തന്നെ ശിവമാക്കി തീർത്തു, പൂർണ്ണമാക്കി തീർത്തു. ഇതാണ് ഈ പാട്ടിൻ്റെ സാരതമമായ വിഷയം. അടുത്ത പാട്ട് നമ്മൾ നടക്കണം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ
അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അരുണോദയം വരുന്ന പോലെ ഉള്ളിൽ ആത്മാവിൻ്റെ കൃപയാണ് അരുണ ശബ്ദത്തിന് അർത്ഥം. എന്നുവെച്ചാൽ ആത്മാവിനെ അറിയണം, ആത്മാവാണ് സത്യം എന്ന് തോന്നുമ്പോൾ ഉള്ളിലുദിക്കുന്ന ആത്മജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു വ്യാകുലതയാണ് അരുണശബ്ദത്തിൻ്റെ പൊരുൾ. ആ വ്യാകുലത വന്നാൽ ചിത്തം ഉദിച്ച ഇടത്തിൽ അടങ്ങും. അപ്പോൾ അചലം, അരുണാചലം. അവിടെ പരിപൂർണമായി എല്ലാം ശമിക്കുമ്പോൾ ബാക്കി എന്തുണ്ടോ അതാണ് ശിവം. അപ്പോൾ ഇതൊരു മഹാവാക്യം പോലെയാണ് ഈ നാമം. ഈ അരുണാചല ശിവ എന്ന് പറയുമ്പോൾ അത് പരിപൂർണമായി വേദാർത്ഥം വേദാന്താർത്ഥം ഉള്ളടക്കിയിരിക്കുകയാണ്. അരുണ അചല ശിവ. അരുണം ചിത്തമാണ്. അരുണാം കരുണാതരംഗിതാക്ഷീം സിന്ധൂരാരുണ വിഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശക്തിയെ കുറിക്കുന്നതാണ്, മനസ്സിനെ കുറിക്കുന്നതാണ്. അരുണ കിരണജാലൈഹി അഞ്ജിതാശാവകാശം എന്നൊക്കെ ദേവിക്ക് ധ്യാനത്തിനുള്ള ശ്ലോകങ്ങളാണ് അതൊക്കെ. അപ്പോൾ അരുണം അരുണവർണം, ഹൃദയത്തിൻ്റെ വർണ്ണമാണത്. അപ്പോൾ അരുണം അചലം ശിവം. അരുണം എന്ന് പറയുന്നത് നമ്മളൊരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ അത് അരുണമാണ്. ഒരു രൂപം ധ്യാനിക്കുകയാണെങ്കിൽ അത് അരുണമാണ്. സത്യത്തിനെ അറിയാനുള്ള ആഗ്രഹം അരുണമാണ്. സത്യത്തിനെ അറിയാനായി ആലംബമായിട്ട് ഉപയോഗിക്കുന്ന പ്രതീകമോ ആശ്രയമായിട്ടുള്ള ഗുരുവോ ഒക്കെ അരുണശബ്ദത്തിൻ്റെ പൊരുളാണ്. അതിൻ്റെ ഫലമായി നമ്മളുടെ ഉള്ളിൽ വരുന്ന നിശ്ചല തത്വം അത് അചലമാണ്. അതിൻ്റെ നിഷ്ഠയാണ് പരമമംഗളമായിട്ടുള്ളത് ശിവം. അതാണ് അരുണാചല ശിവ. ഇതിൽ തന്നെ ബഹിർമുഖമായ ചിത്തം ഉള്ളിൽ അചലത്തിലും പരമശിവമായ ഉപാധിരഹിതമായ സർവോപാധി വിനിർമുക്ത ചൈതന്യമായിട്ട് പ്രകാശിക്കുന്നതിൻ്റെ പ്രകാശങ്ങൾ. അപ്പോൾ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ഇതൊരു നാമം, ഒരു മന്ത്രം, ഭഗവാൻ എടുത്ത് തന്ന ഒരു മന്ത്രമാണ്, ഒരു മന്ത്രകീർത്തനമാണ്, മഹാവാക്യപ്പൊരുളാണത്. അപ്പോൾ അങ്ങനെ അനുസന്ധാനം ചെയ്താൽ ഈ ഒരു മന്ത്രത്തിനെ പിടിച്ചുകൊണ്ട് തന്നെ ഒരാൾക്ക് മനനം ചെയ്ത് സാക്ഷാത്കാരം നേടും. ഇപ്പോൾ ശിവായ നമഃ എന്ന് പറയുമ്പോൾ തന്നെ ആ ശിവത്തിനായിക്കൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്, പൂർണ്ണമാണ്. അപ്പോൾ മന്ത്രത്തിൻ്റെ പൊരുള് മഹാവാക്യത്തിൻ്റെ അർത്ഥമാണത്. ആത്മാവാണ് സത്യം, ആത്മാവാണ് ശിവം, ആത്മാവാണ് ശാശ്വതം, ആത്മാവാണ് മംഗളം, ആത്മാവാണ് നിത്യശുദ്ധ മുക്തസ്വരൂപമായ വസ്തു. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഞാനോ പ്രപഞ്ചമോ ഇത് വല്ലതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇതിന് വേറെ വെളിയിലൊരു ശക്തി ഒന്നുമില്ല. എന്തൊക്കെ അനുഭവം വരണമെങ്കിലും എല്ലാ അനുഭവവും ഈ അഹമസ്മി, ഞാനുണ്ട് എന്നുള്ള ബോധത്തിലേ വരാൻ ഒക്കുള്ളൂ. വേറെ എവിടെ എന്ത് അനുഭവം വരാനാണ്? ഈശ്വരൻ ഉണ്ടെങ്കിലും ആ ഈശ്വരനെ ഇവിടെ തന്നെ അനുഭവിക്കണം. ദൃഷ്ടയേവ ആത്മനി ഈശ്വരേ എന്ന് ഭാഗവതം പറഞ്ഞു. ഈശ്വരൻ ഉണ്ടെങ്കിലും ആത്മാവിൽ തന്നെ ഈശ്വരനെ അറിയണം. ഇങ്ങനെയൊന്നും കണ്ടിട്ട് കാര്യമില്ല. അത് ഇവിടെ തന്നിൽ തന്നെ തൻ്റെ തന്നെ ബോധത്തിൽ വേണം ഈശ്വരനോ ബ്രഹ്മമോ ജഗത്തോ
സകല പദാർത്ഥങ്ങളുടെയും അസ്തിത്വത്തിന് അസ്തിത്വമായി വിളങ്ങുന്ന സത്യം. സത്യസ്യ സത്യം എന്ന് പറഞ്ഞു. ആ സത്യത്തിന് സത്യമായിട്ടിരിക്കുന്നത് ഈ ആത്മവസ്തുവാണ്, ചൈതന്യമാണ്, ബോധമാണ്. അതാണ് ശിവം എന്ന് പറഞ്ഞത്. ശിവം എന്ന ചൊല്ലിന് പൊരുളതാണ്. ഇത് നമ്മളുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. തുടർന്ന് മനനം ചെയ്തുകൊണ്ട്, നിധിധ്യാസനം ചെയ്തുകൊണ്ട് തുടർന്ന് നമ്മൾ പോവാം. നാളെ തുടർന്ന് അടുത്ത പാട്ട് കാണാം. യഥോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.